നമസ്കാരം. ഫൈൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റം കള്ളക്കളിക്ക് പിന്നിൽ ആരാണ്? പിണറായിയോ വി.ഡി. സതീശനോ? വിഴിഞ്ഞം വീണ്ടും കേരള രാഷ്ട്രീയത്തിന്റെ കേന്ദ്രബിന്ദു. ഓഹരി കൈമാറ്റ വിവാദം പുതിയ വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്. ദേശാഭിമാനിയിൽ വന്ന വാർത്ത ഉയർത്തിക്കാട്ടി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മുൻ സർക്കാരിന് അദാനി MSC ചർച്ചകളെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നാണ് വി.ഡി. സതീശൻ തിരിച്ചടിക്കുന്നത്. അതോടെ CPM-ന്റെ ആക്രമണ രാഷ്ട്രീയം പ്രതിരോധത്തിലായോ? ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ച വാർത്തയുടെ വ്യാഖ്യാനത്തെ തള്ളിക്കളയേണ്ട സാഹചര്യം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുണ്ടായി. വി.ഡി. സതീശന്റെ മംഗളൂരു യാത്ര ചൂണ്ടിക്കാട്ടി അദാനിക്കായുള്ള നീക്കമാണെന്ന് CPM ആവർത്തിച്ചാരോപിക്കുമ്പോൾ മറുഭാഗത്തുയരുന്ന ചോദ്യം മറ്റൊന്നാണ്. പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ അദാനി കോർപ്പറേറ്റ് ഭീമൻ, അധികാരത്തിലായിരിക്കുമ്പോൾ വികസന പങ്കാളി. ഇതാണോ CPM-ന്റെ സ്ഥിരം രാഷ്ട്രീയ സമവാക്യം? ദേശാഭിമാനി റിപ്പോർട്ട് തന്നെ ആയുധമാക്കി മുൻ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ വി.ഡി. സതീശൻ ഒരേ സമയം CPM-നെയും കോൺഗ്രസിനകത്ത് ഈ വിഷയമേറ്റെടുത്ത KC വേണുഗോപാലിനെയും രാഷ്ട്രീയമായി മറികടന്നു. അതോ ഇത് സത്യാന്വേഷണമല്ല, രാഷ്ട്രീയ മുൻതൂക്കം നേടാനുള്ള പോരാട്ടമാണോ? വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദത്തിൽ CPM നടത്തിയ ആക്രമണ രാഷ്ട്രീയം ഒരു ദേശാഭിമാനി വാർത്ത കൊണ്ട് തന്നെ തിരിച്ചടിയായോ? നിങ്ങൾ അധികാരത്തിലിരുന്നപ്പോൾ എന്താണ് നടന്നത്? വിഴിഞ്ഞം കള്ളക്കളി നടന്നോ? നടന്നെങ്കിൽ ഉത്തരവാദി ആര്? ആരോപണങ്ങളുടെ പുകമുറയ്ക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയം മാത്രമോ അതോ മറുപടി പറയേണ്ട സത്യങ്ങളോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. വിഴിഞ്ഞം പദ്ധതിയുടെ ഓഹരി കൈമാറ്റം അത് പൊതുസമൂഹത്തിൽ ചർച്ചയായപ്പോഴും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പരസ്യമായ പ്രതികരണം നടത്തിയിരുന്നില്ല. നിയമസഭയിൽ പറഞ്ഞ മറുപടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് അദ്ദേഹം കൂടുതൽ വ്യക്തമായി ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. മുൻ സർക്കാരിന് നേരെയാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് എല്ലാം അറിയാമായിരുന്നത് പിണറായി സർക്കാരിനായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വാക്കുകൾ. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. ജൂൺ 5 2026 ദേശാഭിമാനി പത്രം, വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ, ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. ജൂൺ 5 ഞങ്ങളുടെ MD അവിടെ ചാർജ് എടുക്കുന്നത് ജൂൺ 11 ആണല്ലോ. ജൂൺ 11 ഞങ്ങളുടെ MD അവിടെ. അതിനു മുമ്പ് അറിയാമായിരുന്ന ഏക പത്രം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയുടെ സോഴ്സ് എന്താണ്? ഗവൺമെന്റാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. ആ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ആ കഴിഞ്ഞ ഗവൺമെന്റിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. നിങ്ങൾക്ക് ഒരു മാധ്യമങ്ങൾക്കും കിട്ടാത്ത വാർത്ത വിഴിഞ്ഞത്ത് വരും. ഞാനിപ്പോഴാണ് കാണുന്നത്, ഇന്നലെയാണ് കാണുന്നത്. വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ, ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. അപ്പൊ ഞങ്ങളുടെ MD അവിടെ ചാർജ് എടുത്തതിന് ശേഷമല്ല, അതിനു മുൻപ് അവിടെ MD ഉണ്ടായിരുന്നു, ഗവൺമെന്റ് ഉണ്ടായിരുന്നു, പോർട്ടും മന്ത്രി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഗവൺമെന്റിന് അറിയാമായിരുന്നു MSC ആയിട്ടുള്ള. എന്നിട്ടത് ഞങ്ങളുടെ തലയിൽ കൊണ്ട് വയ്ക്കാൻ നോക്കുക. ഇതെങ്ങനെ വന്നു ഈ വാർത്ത? എവിടെ നിന്ന് കിട്ടി ഈ സോഴ്സ്? ദേശാഭിമാനി പത്രത്തിൽ എവിടെ നിന്നാണ് ഈ സോഴ്സ് കിട്ടിയത്? 5 MSC വരും. ഇതോടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മലക്കം മറിയേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. ദേശാഭിമാനിയിൽ വന്ന വാർത്ത തന്നെ തള്ളിക്കളയുകയായിരുന്നു MV ഗോവിന്ദൻ. വിഴിഞ്ഞത്ത് കള്ളക്കളി നടത്തുന്നത് ആരാണ്? ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഡോക്ടർ B ജയരാജ്, ശ്രീ രജിത് S ഉണ്ണിത്താൻ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ രജിത് S ഉണ്ണിത്താൻ, ഇന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അതുമാത്രമല്ല, അതിനുശേഷം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്തും നൽകി. എന്താണ് വിഴിഞ്ഞത്ത് സംഭവിക്കുന്നത് എന്ന കാര്യം വ്യക്തമാക്കണമെന്ന്. ഇതിൽ കൂടുതൽ എന്ത് മുഖ്യമന്ത്രി വ്യക്തമാക്കാനാണ് എന്ന മറുപടിയുണ്ട്. പക്ഷേ ഇവിടെ ഈ ദേശാഭിമാനി വാർത്ത ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രി ഇത് പറയുമ്പോൾ, ഈ ദേശാഭിമാനിയിൽ മാത്രമേ വാർത്ത വന്നുള്ളൂ, അത് അന്നത്തെ സർക്കാരിന്റെ സോഴ്സാണ് ദേശാഭിമാനി എന്ന് പറയുമ്പോൾ മറ്റു ചില പത്രങ്ങളിലും ഇത് വന്നിരുന്നു കേട്ടോ ആ സമയത്ത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് അക്കാര്യത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. നോക്കൂ, ഇതിനകത്ത് ദേശാഭിമാനി വന്ന വാർത്തയ്ക്ക് അപ്പുറമായി കഴിഞ്ഞ ഗവൺമെൻറ് സമയത്താണ് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു വർഷക്കാലമായി ഈ പറയുന്ന അദാനിയും MSC കമ്പനിയും തമ്മിലുള്ള ധാരണാപരമായ ഒരു ചർച്ചകൾ നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. MSC കമ്പനി എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് അവിടെ ഈ പറയുന്ന രീതിയിൽ ഓഹരി കൈമാറ്റത്തിന് വേണ്ടി വന്നൊരു കമ്പനിയല്ലല്ലോ. ഈ ചർച്ചകൾ വരുന്നത് എപ്പോഴാണ്? കഴിഞ്ഞ ഗവൺമെൻറ് അധികാരത്തിലിരുന്നപ്പോഴാണ് ഈ ചർച്ചകൾ മുന്നോട്ട് വരുന്നത്. ഈ ചർച്ചകൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി നടക്കുന്നുണ്ട് എന്ന് അദാനി കമ്പനി പോലും സമ്മതിച്ചു പോകുന്ന കാര്യമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ നാമനാരായണ എന്നുള്ള രീതിയിലേക്ക് കഴിഞ്ഞ ഗവൺമെൻറ് ഇരുന്നു. പക്ഷേ
ഇപ്പോൾ ഇത് വെളിയിലേക്ക് വന്നപ്പോൾ സെബിയെ പോലുള്ളിടത്തേക്ക് ഈ കത്ത് പോകുമ്പോൾ, അദാനി കമ്പനി കത്തെഴുതുമ്പോൾ കേരള സർക്കാർ അതുമായി ബന്ധപ്പെട്ട് അസംതൃപ്തി രേഖപ്പെടുത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പെട്ടെന്നൊരു വിവാദം ഉണ്ടാക്കാം എന്നുള്ള രീതിയിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം മാറിയതാണ് നമ്മൾ കാണുന്നത്. അവിടെയാണ് ദേശാഭിമാനി പത്രത്തിൻ്റെ ദേശാഭിമാനി പത്രത്തിൻ്റെ പ്രശസ്തി എന്ന് പറയുന്നത്. ദേശാഭിമാനി പത്രം എന്ന് പറയുന്നത് വേറെ പത്രത്തെ പോലെയല്ലല്ലോ, CPM-ന്റെ മുഖപത്രമായി അവർക്ക് വേണ്ടി എഴുതുന്ന ഒരു പത്രമാണല്ലോ. ആ പത്രത്തിൽ എപ്പോഴൊക്കെയാണ് ന്യൂസ് വന്നത്? ഇതുമായി ബന്ധം ജൂൺ 5-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ജൂൺ 5-ാം തീയതി വന്ന വാർത്ത. ആ വാർത്ത എന്ന് പറയുന്നത് MSC കമ്പനിയുമായി ബന്ധപ്പെട്ട് ഓഹരി 13,000 കോടിയുടെ ഓഹരി വരുന്നു എന്നുള്ള രീതിയിലേക്ക്, അത് ഞങ്ങളുടെ സർക്കാരിൻ്റെ വിജയമാണ് എന്നുള്ള രീതിയിലേക്ക് ഒരു പത്രത്തിൽ വാർത്ത വരികയാണ്. ആ വാർത്ത വരുമ്പോൾ ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട MD എന്ന് പറയുന്നത് CPM വെച്ച് MD ആണ്, അല്ലാതെ മെയ് 18-ാം തീയതി അധികാരമേറ്റ UDF ഗവൺമെൻറ് വെച്ചൊരു MD അല്ല. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് മുൻ ഗവൺമെൻറ്റിൻ്റെ സോഴ്സാണ്, അല്ലെങ്കിൽ MD-യുമായി ബന്ധപ്പെട്ട സോഴ്സാണ് ദേശാഭിമാനി പത്രത്തിന് കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഈ പറയുന്ന സെബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഈ വാർത്തകൾ വരുമ്പോൾ വീണ്ടും ഈ ദേശാഭിമാനി പത്രത്തിൽ അന്ന് രാവിലെ വന്ന വാർത്ത എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം കോൺക്ലേവുമായി ബന്ധപ്പെട്ട് MSC കമ്പനി വന്നതുമായി ബന്ധപ്പെട്ട് വലിയ നിക്ഷേപങ്ങൾ വരുന്നു, അത് ഞങ്ങളുടെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായിട്ടാണ്, ഞങ്ങൾ വികസനത്തിൻ്റെ പുറയിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പത്രം വീണ്ടും എഴുതുകയാണ്. അപ്പോഴും ഈ പറയുന്ന CPM നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആർക്കും ഒരു പ്രതികരണവും ഇല്ലായിരുന്നു. പിന്നീട് ഇത് വിവാദമാക്കാൻ പറ്റുന്നൊരു വിഷയമാണ്, ഇത് വേറെ രീതിയിലേക്ക് സർക്കാരിനെ ആക്രമിക്കാൻ പറ്റുന്ന വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മലക്കം പറഞ്ഞുകൊണ്ട് CPM പോലെ ഒരു പാർട്ടിയും പ്രതിപക്ഷവും മലക്കം പറഞ്ഞ് ഒരടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നതാണ്. ഇതിന്റെ CPM ന്യായീകരണം പറയുന്നുണ്ട് ഇപ്പോൾ, അതായത് ആ കള്ളക്കളി ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്, അതുകൊണ്ട് ഞങ്ങൾക്കത് പറയേണ്ടി വരുമെന്നാണ്. അവിടെ ദേശാഭിമാനിയിലെ വാർത്തയെ തള്ളിക്കളയുന്നുമുണ്ട് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. സംസ്ഥാന ഗവൺമെന്റിന് ഈ കാര്യം സംബന്ധിച്ചെല്ലാം മുൻകൂർ അറിവുണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പ് VD സതീശൻ സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ ഒരു സ്വകാര്യ കമ്പനിക്ക് അടിയറ വെക്കുന്ന നിലപാടിനെയാണ് ഞങ്ങളെല്ലാം എതിർത്തത്. അദാനിയുമായിട്ടുള്ള രഹസ്യ ഉടമ്പടികൾക്ക് ഇടനിലനിൽക്കുന്ന VD സതീശന്റെ നിലപാടിനെ കുറിച്ച് രാഹുൽ ഗാന്ധി അഭിപ്രായം പറയണം. ഇതേവരെ രാഹുൽ ഗാന്ധി പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ അദാനിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഡീൽ സംബന്ധിച്ചും മാംഗ്ലൂർ യാത്ര സംബന്ധിച്ചും തീർച്ചയായും കോൺഗ്രസ് നേതൃത്വത്തിന്റെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം വളരെ പ്രധാനമാണ്. ഓഹരി കൈമാറ്റം സംബന്ധിച്ച വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ച് ദേശാഭിമാനി പത്രമാണ് എന്ന ഒരു വ്യാജ പ്രചാരവേല, അതിൽ പാർട്ടി നേതൃത്വവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞത് എന്ന കാര്യമൊക്കെ അദ്ദേഹം പറയുണ്ടായി. CPM-യുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അദാനിയുമായിട്ട് ഈ രീതിയിലുള്ള ഒരു ഡീലും ഞങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് MV ഗോവിന്ദന്റെ വാക്കുകൾ. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ആരാണ് കള്ളം പറയുന്നത് എന്നതാണോ ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം? എന്തായാലും ഓഹരി കൈമാറ്റം നടന്നിട്ടില്ല, പക്ഷേ ഇത് പിണറായി സർക്കാർ മാത്രം അറിഞ്ഞ് നടത്തിയ ഒരു ചർച്ചയാണ് എന്ന വ്യാഖ്യാനത്തിലേക്കാണല്ലോ ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ പോകുന്നത്. അതേസമയം ഈ ഓഹരി കൈമാറ്റത്തിൽ UDF സർക്കാരിന് എതിർപ്പൊന്നുമില്ല, സംസ്ഥാന സർക്കാർ അത് പഠിച്ച ശേഷം അതിൽ പ്രതികരണം അറിയിക്കാമെന്നേ ഉള്ളൂ. അത് മറ്റൊരു കാര്യം. അല്ല, ഇത് VD സതീശൻ ഇന്ന് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്, അതായത് ഈ 29-ാം തീയതി മുതൽ ഇവിടെ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് അനുമതി തേടാതെ ഇവിടെ കരാർ വെച്ചു. അദാനിയും ഈ MSC കമ്പനിയും തമ്മിൽ കരാറുണ്ടാക്കി. അതിനുശേഷം സെബിക്ക് ഇത് കത്ത് കൊടുത്തതിന് ശേഷമാണ് സർക്കാരിനെ സമീപിച്ചത് എന്ന തരത്തിൽ അതിനെ പലതരത്തിൽ വ്യാഖ്യാനിച്ചതുകൊണ്ട് ഈ ഇതിനെക്കുറിച്ചൊരു ധാരണയുമില്ലാത്ത കുറേ ആൾക്കാർ വന്നിട്ട് വൈകുന്നേരം ചർച്ചകളിൽ ഇത് തലങ്ങും വിലങ്ങും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വലിയ തോതിൽ ചർച്ചകൾ നടന്നിരുന്നു. ഇപ്പോൾ ഈ VD സതീശൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഈ ഒരാഴ്ചയായിട്ട് തന്നെ ലാക്കാക്കി നടക്കുന്ന ചർച്ചകൾ, അതിൽ മംഗലാപുരം യാത്ര, അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് മംഗലാപുരം യാത്ര നടത്തിയത് മുതൽ ഈ കരാറുമായിട്ട് ബന്ധപ്പെട്ട നിറ്റിഗ്രിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ച് അദ്ദേഹം എന്തോ അദാനിയുമായിട്ട് വഴിവിട്ട തരത്തിൽ ബന്ധപ്പെട്ട് അദ്ദേഹം എന്തോ ഡീലുണ്ടാക്കി എന്ന തരത്തിലുള്ള ആ ഒരു ആക്ഷേപത്തെ അദ്ദേഹം നേരെ തിരിച്ച് പിണറായി വിജയനിലേക്ക് തിരിച്ചു വയ്ക്കുകയാണ് ചെയ്തത്. ഇതിനു മുൻപും അദ്ദേഹം ഈ മദ്യനയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അന്ന് ബജറ്റ് ചർച്ചയിൽ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതിനെ പറ്റി ബക്കാഡിയുമായിട്ട് ഡീലുണ്ടാക്കി എന്ന് പിണറായി വിജയൻ നിയമസഭയിൽ ആഞ്ഞടിച്ചതിന് ശേഷം അന്നും വൈകിട്ട് ഇതുപോലെ എല്ലാ ചർച്ചകളിലും കുറേ നരച്ച താടിക്കാർ വന്നിട്ട് ഇത് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം സതീശൻ നിയമസഭയിൽ പിണറായിയോട്
മുഖത്തടിച്ചതുപോലെ ചോദിച്ചു, എന്നാൽ പിന്നെ നിങ്ങൾ ഈ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ അതിന് ജോണി വാക്കറിൻ്റെ കയ്യിൽ നിന്നും ശിവാശ്രീകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടാണോ നിങ്ങൾ ഈ 75% മാത്രം നികുതി നിശ്ചയിച്ചത്, ബിയറിനേക്കാളും കുറച്ച് നികുതി നിശ്ചയിച്ചതെന്ന് ചോദിച്ച് അതേപോലെ തന്നെ ഒരു പത്രസമ്മേളനമാണ് ഇന്ന് നടന്നത്. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഇവിടെ മുൻ സർക്കാരിൻ്റെ അറിവോടുകൂടി, മുൻ സർക്കാരിന് ഇതിനെക്കുറിച്ചെല്ലാം അറിയാം, 2024 മുതൽ ഇതിൻ്റെ പ്രാരംഭഘട്ട ചർച്ചകൾ നടന്നിരുന്നു. അല്ലെങ്കിൽ അതിനുശേഷം അന്ന് ഇവിടെ അദാനിയുമായിട്ട് പിണറായി വിജയൻ സർക്കാർ ഒരു ഉപകരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഈ ഇപ്പോഴത്തെ CPM-ൻ്റെ നേതാക്കൾ ഇന്ന് പലരും, ഇന്ന് മാത്രമല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ഇവിടെ CPM-ൻ്റെ നേതാക്കളെല്ലാം പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ. ശരിക്കും 2019 ഈ വിഴിഞ്ഞം കരാറിൻ്റെ ആദ്യത്തെ കരാർ ഉമ്മൻചാണ്ടിയും കെ ബാബുവൊക്കെ ഒപ്പിട്ട കരാറ്, അതിൽ പറയുന്നത് 2019 ഈ ടെർമിനൽ ആദ്യഘട്ടം പൂർത്തിയാക്കണം, 2 ടെർമിനൽ പൂർത്തിയാക്കണം എന്ന രീതിയിലാണ്. അത് നടക്കാതെ വന്നപ്പോൾ വേണമെങ്കിൽ അദാനിയുടെ കയ്യിൽ നിന്ന് ഓരോ ദിവസവും താമസിച്ചതിന് വേണമെങ്കിൽ ഓരോ ദിവസവും നിശ്ചിത തുക കൈപ്പറ്റാമായിരുന്നു, അല്ലെങ്കിൽ ആ കരാർ പ്രകാരം അങ്ങനെ വാങ്ങിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അന്നൊക്കെ അദാനിയെ വെളുപ്പിക്കാൻ നോക്കിയ CPM-ൻ്റെ അതേ നേതാക്കൾ ഇപ്പോൾ വന്നിട്ട് പറയുകയാണ്, ഇവിടെ അദാനിയുടെ ഓഹരി MSCക്ക് കൊടുത്താൽ ഇവിടെ എന്തോ കുത്തക നടക്കും, ഇവിടെ സാമ്രാജ്യത്വം നടക്കും, ഇവിടെ അഖില ലോക ഈ MSC വന്നാൽ ഇവിടെ മറ്റാർക്കും കോമ്പറ്റീഷൻ ഉണ്ട്, മറ്റാർക്കും അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ടെർമിനലുകൾ ഇപ്പോഴത്തെ 2 ടെർമിനലാണ്, ഇത് 5, ഭാവിയിൽ 5 ആകും. അപ്പോൾ ഈ ടെർമിനലിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. MSCക്ക് ഒരു ടെർമിനൽ എന്തായാലും കൊടുക്കേണ്ടി വരും. അതിനെപ്പറ്റി പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, അങ്ങനെ പലതരത്തിൽ ഈ വ്യാഖ്യാനങ്ങളും ചർച്ചകളും ആക്ഷേപങ്ങളും നിൽക്കുമ്പോഴാണ് സതീശനത് മുഖ്യമന്ത്രിയിലേക്ക്, അതായത് പഴയ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക്, പ്രതിപക്ഷ നേതാവിലേക്ക്, ശരിയാണ്, കഴിഞ്ഞ സർക്കാർ ഇതെല്ലാം അറിയാമായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവ് കൂടിയാണ് ദേശാഭിമാനിയിലെ വാർത്തയും. അത് മാത്രമല്ല, അതിനുശേഷം ഈ MSCയുമായിട്ടുള്ള കരാർ വന്നു എന്നുള്ള കാര്യം, കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം അദാനി പോർട്സ് വെളിപ്പെടുത്തിയതിനു ശേഷം ദേശാഭിമാനിയിൽ വന്ന വാർത്തയിലും അത് പിണറായി സർക്കാർ നേട്ടമെന്നാണ് പറഞ്ഞത്. പിന്നെയാണ് അതിൽ മലക്കം പറഞ്ഞത്. അപ്പോൾ അത് ശരിയാണ്, പിണറായി സർക്കാരിൻ്റെ അറിവോടെയാണ്. ഇപ്പോഴത്തെ സർക്കാരിൻ്റെ, സതീശൻ സർക്കാരിൻ്റെ അറിവോടെ അല്ല, അറിഞ്ഞിട്ടില്ല എന്നത് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ? അത് ആ കാര്യത്തിൽ എനിക്ക് കൃത്യമായിട്ടുള്ള അറിവില്ല. ഇപ്പോൾ അത് സതീശൻ അതിനെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു അനൗദ്യോഗികമായിട്ടെങ്കിലും അതിനെക്കുറിച്ച് അറിയിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ അറിയിച്ചിരിക്കാനാണ് സാധ്യത എന്നാണ് എൻ്റെ ഒരു അനുമാനം. അതെൻ്റെ അനുമാനം മാത്രമാണ്. എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു വിവരം ആരും തന്നിട്ടില്ല. അതെൻ്റെ ഒരു ഗസ് വർക്ക് മാത്രമാണ്. പക്ഷെ അപ്പോഴും അങ്ങനെ ഈ സർക്കാരിനെ അറിയിക്കാതെ കരാറിൽ ഏർപ്പെടുകയല്ല ചെയ്തത്, ഒരു പ്രാരംഭ കരാർ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ലീഗാലിറ്റി, ഇപ്പോൾ ഒരു LLB പാസ്സായ ആൾക്കാരോ അല്ലെങ്കിൽ നിയമത്തെക്കുറിച്ച് ABCD അറിയുന്ന ആൾക്കാർക്ക് തന്നെ അറിയാം. ഈ ഓഹരി കൈമാറ്റം നടക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉൾപ്പെടെ പലതരത്തിലുള്ള അനുമതികൾ വേണം. സംസ്ഥാന സർക്കാരിൻ്റെ മാത്രമല്ല, ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ ഉൾപ്പെടെ പലതരത്തിലുള്ള അനുമതികൾ വേണം ഇങ്ങനെ ഒരു കരാറിൽ ഓഹരി കൈമാറ്റം നടക്കപ്പെടാൻ. ഇതൊരു പ്രാരംഭ എഗ്രിമെന്റിന് ശേഷം നേരെ സെബിയിലേക്ക് പോവാണ്. അതെന്തുകൊണ്ടാണ്? കാരണം ആ കോൺട്രാക്റ്റിൽ വ്യക്തമായിട്ട് പലതരത്തിലുള്ള ക്ലോസുകളുണ്ട്. ഒരു ക്ലോസിൽ ശരിക്കും പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന മറ്റു ചില കാര്യങ്ങൾ, ഇപ്പോൾ ഇതൊരു ലിസ്റ്റഡ് കമ്പനിയാണല്ലോ, അപ്പോൾ സെബിയിൽ ഈ കോൺട്രാക്റ്റിൽ ഒരു പ്രാരംഭ കരാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സെബിയെ അറിയിച്ചില്ലെങ്കിൽ, ഇത്രയും വലിയൊരു നിക്ഷേപം അദാനി കമ്പനിയിലേക്ക് വരുമ്പോൾ അത് ഇൻസൈഡർ ട്രേഡിങ്ങിന് പോലും ഉതകുന്ന തരത്തിലുള്ള ഒരു ഇൻഫർമേഷനാണ്. അപ്പോൾ സെബിയെ അറിയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ശരിക്കുള്ള ചെയ്യേണ്ട കാര്യം. ആ പ്രാരംഭ കരാറിന് ശേഷം പിന്നെ സർക്കാരിലേക്ക് അത് അറിയിക്കുന്നു. അപ്പോഴും സർക്കാർ തിരിച്ച് അതിൽ സംതൃപ്തി പ്രകടിപ്പിക്കാതെ അസംതൃപ്തി പ്രകടിപ്പിച്ചതിൻ്റെ അർത്ഥം സർക്കാരിന് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുത്തിരുന്നില്ല, അല്ലെങ്കിൽ അനൗദ്യോഗികമായിട്ട് കൊടുത്തിരുന്നെങ്കിൽ തന്നെ അത് സതീശന് അതിനെക്കുറിച്ച് ധാരണയില്ലായിരുന്നു. അതോ ഇനി കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തെ അവരെ ഒന്ന് സന്തോഷിപ്പിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നോ ഈ അസംതൃപ്തി രേഖപ്പെടുത്തൽ എന്നതും എനിക്ക് ഉത്തരവില്ല. പക്ഷേ എന്തായാലും അദാനി അവരുടെ ആ ഒരു വീണ്ടും പുതുക്കി സർക്കാരിലേക്ക് അറിയിപ്പ് കൊടുക്കുന്നു. ആദ്യം പോർട്ട് സെക്രട്ടറിക്ക് കൊടുക്കുന്നു, വീണ്ടും സർക്കാരിലേക്ക് വീണ്ടും അനുമതി തേടി അവരുടെ CEO ഉൾപ്പെടെ അതിൽ പ്രതികരിക്കുന്നു. ഇതിൽ പറയുന്ന MSCക്ക് ഇപ്പോഴത്തെ 2 ടെർമിനലിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ടെർമിനൽ കൊടുക്കാൻ പറ്റില്ല, 5 ആകുമ്പോൾ ഒരു ടെർമിനൽ കിട്ടുമെന്ന രീതിയിൽ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അദാനിയുടെ ഒഫീഷ്യൽസ് നമ്മൾ
ഒരു മാധ്യമപ്രവർത്തകരോട് പോലും പങ്കുവയ്ക്കുന്ന രീതിയിൽ അവർ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ഈ അവർ പറയുന്നതനുസരിച്ച് ഇതൊരു പ്രാരംഭ കരാറാണ്. എനിക്കും പല ഇതിൽ ലീഗൽ അക്യൂമെന്റ് അല്ലെങ്കിൽ ഇതിൽ ഈ നിയമം പഠിച്ച ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാകുന്നത് ഈ പ്രാരംഭ കരാറിന് ശേഷം സെബിയെ അറിയിച്ചതിന് ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഒക്കെ അനുമതി വാങ്ങിച്ചതിന് ശേഷം മാത്രമേ ഈ ഓഹരി കൈമാറ്റം നടക്കുകയുള്ളൂ. ഇവിടെ ഈ CPM ഉണ്ടാക്കുന്ന ഒരു പുകമറ അതെന്താണ്? ഈ സെബിയെ അതിന് മുൻപ് അറിയിച്ചു, സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്നതിന് മുമ്പ് സെബിയെ അറിയിച്ചു, മാധ്യമങ്ങളെ അറിയിച്ചു, അതിനുശേഷമാണ് സംസ്ഥാന സർക്കാരിന്റെ അനുമതി തേടിയത് എന്ന തരത്തിൽ ഇവിടെ CPM ഒരു പുകമറ സൃഷ്ടിക്കുകയാണ്. അവരെന്താണെന്ന് വെച്ചാൽ ഇതിലൊരു ശരിയാണല്ലോ അവർക്കുണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രി വി ഡി സതീശനും അത് ശരിയാണല്ലോ. അത് മുഖ്യമന്ത്രി വി ഡി സതീശനും ഗൗതം അദാനി മുഖ്യമന്ത്രി വി ഡി സതീശനും ഇക്കാര്യം സമ്മതിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞല്ലോ ഈ സെബിയെ അറിയിച്ചുവല്ലോ. അപ്പോൾ ആ വാർത്ത അറിഞ്ഞതിന് ശേഷമാണ് അസംതൃപ്തി അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിവരം പോയത്. അപ്പോഴാണ് സർക്കാരിന് കത്ത് നൽകിയത്. അതെ, പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അദാനി ഗ്രൂപ്പ് ഇല്ലീഗലായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതിൽ വേറെ എന്തെങ്കിലും ഇല്ലീഗലായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, എനിക്ക് അങ്ങനെയല്ല അതിന് കിട്ടിയ ഇൻഫർമേഷൻ. ഞാൻ അദാനി ഗ്രൂപ്പിൻ്റെ ആൾക്കാരുമായിട്ടും അല്ലാത്ത ലീഗൽ എക്സ്പേർട്സുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒരു ഇല്ലീഗലായിട്ടുള്ള കാര്യം ഇതിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. ഈ സെബിയെ അറിയിച്ച ശേഷം മാത്രമേ ലീഗലി ബൗണ്ടായിട്ട് അവർ സർക്കാരിനെ അറിയിക്കേണ്ടതുള്ളൂ. ഈ മുഖ്യമന്ത്രി അതൃപ്തി പ്രകടിപ്പിച്ചത് എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തെയും വേണുഗോപാലിനെയൊക്കെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം ഇവിടെ എന്തോ അദാനി എന്തോ വഴിവിട്ട തരത്തിൽ അവർക്ക് അദാനിക്ക് എന്തോ കിട്ടുന്നു എന്ന തരത്തിൽ അവർക്ക് വേണുഗോപാൽ പത്രസമ്മേളനം വിളിച്ചല്ലോ. അതുകൊണ്ട് ഈ കോൺഗ്രസിൽ ഇന്നർ പാർട്ടി പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ അതിനെ കരുതുന്നത്. അല്ലെങ്കിൽ ഈ പബ്ലിക് കേരളത്തിൽ ഇപ്പോൾ CPM ഉണ്ടാക്കിയ പുക പറയപ്പെട്ടതൊന്ന് ശമിപ്പിക്കാൻ ചെയ്ത ഒരു കാര്യമായിരിക്കാം. അല്ലാതെ ഇതിലൊരു വേറെ എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ശരി, ഡോക്ടർ ബി ജയരാജ്, ഇപ്പോൾ ബൂമറാങ് പോലെ സംഭവിച്ചിരിക്കുകയാണല്ലോ CPM-ന് വിഴിഞ്ഞം വിഷയം. ഇപ്പോൾ പിണറായി സർക്കാർ തന്നെയാണ് ഇങ്ങനെയൊരു ചർച്ചയുടെ വിവരം ദേശാഭിമാനിക്ക് നൽകിയത് എന്ന രീതിയിൽ വി ഡി സതീശൻ കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി ഇപ്പോൾ കാര്യം വ്യക്തമായിരിക്കുകയാണല്ലോ. പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ ചർച്ച നടക്കുന്നുണ്ടായിരുന്നു, സർക്കാരിന് ഇക്കാര്യം അറിയുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് പ്രതിപക്ഷത്തായപ്പോൾ നേരെ തിരിഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇപ്പോഴത്തെ സർക്കാർ അദാനിയുമായി കള്ളക്കളി നടത്തുകയാണ്, വിഴിഞ്ഞത്തിൻ്റെ ഓഹരി വിറ്റഴിക്കുകയാണ്, കുത്തക കമ്പനിയെ കൊണ്ടുവരികയാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അതേ നാണയത്തിൽ തിരിച്ചടിച്ചിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ. നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കണമെന്നത് വിഴിഞ്ഞം തുറമുഖമായിട്ട് ബന്ധപ്പെട്ട അതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയിൽ ഇതുപോലുള്ള വിദേശ കമ്പനികൾ ചർച്ച നടത്തുന്നതൊക്കെ സ്വാഭാവികമാണ്. അതിനകത്ത് ഒരു അദാനി ഗ്രൂപ്പിനുള്ള 25% കൂടുതൽ ഓഹരികൾ വിറ്റഴിക്കുന്നതിന് മുമ്പിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഇത് ചോദിക്കേണ്ടതാണ്. ഏതാണ്? പെർമിഷൻ ചോദിക്കേണ്ടതാണെന്നുള്ള ഒരു ബേസിക് സാധനം. പിന്നീട് ഇന്നത്തെ പത്രസമ്മേളനം നടത്തി നിമിഷങ്ങൾക്കകം തന്നെ വി ഡി സതീശന്റെ വാദങ്ങൾ ഓരോന്നോരോന്നായിട്ട് പൊളിഞ്ഞു വീഴുന്നതായിട്ട് കാണാം. ഞാൻ വേണമെങ്കിൽ മഞ്ജുഷിന് അങ്ങോട്ട് അയച്ചു തരാം. 1-ാം തീയതി 1 ജൂണിൽ എക്കണോമിക്സ് ടൈംസിന്റെ infra.com വാർത്ത വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. 3 ജൂൺ 2026 മാതൃഭൂമിയിൽ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് വാർത്ത വന്നിട്ടുണ്ട്. ഇതിനകത്തൊന്നും ഈ ഭയങ്കര എക്കോ കേൾക്കുന്നു. എക്കോ കേൾക്കുന്നു, ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയുന്നത് തന്നെ അത് ഓക്കെ. അപ്പോൾ മാതൃഭൂമിയിൽ ഇതിനെക്കുറിച്ച് വാർത്ത വന്നു. അതിനും ശേഷം 5-ാം തീയതിയാണ് ദേശാഭിമാനി. പക്ഷേ വി ഡി സതീശൻ പറഞ്ഞത് എന്താണ്? ദേശാഭിമാനിയിൽ ആദ്യമേ വാർത്ത വന്നു. ദേശാഭിമാനിയിൽ എന്താണ് വാർത്ത വന്നത്? അതിനുമുമ്പ് നടത്തിയ കോൺക്ലേവിൽ ഈ MSC എന്ന് പറയുന്ന ഷിപ്പിംഗ് കമ്പനിക്ക് ഇതിനകത്ത് പൈസ മുടക്കാൻ താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ അവർ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു എന്നാണ്. അതിന്റെ അർത്ഥം 25% കൂടുതൽ ഓഹരികൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനമായി. അത് തത്വത്തിൽ അംഗീകരിച്ചു എന്നുള്ളതല്ല. ഇതേപോലെയുള്ള ഇത് പി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവല്ല, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഒരുപോലെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ നേരത്തെ ആനന്ദ് കൊച്ചുകൂടി ഇവിടെ പറയുകയുണ്ടായി, വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് കുറച്ചു കൊടുത്തതെന്ന്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ഷിവാസ് റീഗൽ, ജോണി വാക്കർ അങ്ങനെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള മദ്യങ്ങൾ ഇങ്ങോട്ട് ഇറക്കുന്നതിന് അതിന് കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്. ഇതിന്റെ പുറമെ സംസ്ഥാനത്തിന്റെ ഡ്യൂട്ടിയും കൂടെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്കും വാങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് വില ഉയരുന്നുള്ളത് കൊണ്ടാണ് സാധാരണ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള മദ്യങ്ങളുടെ
അത് എന്തെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ പണം വാങ്ങിക്കൊണ്ട് ചെയ്താണോ? സെൻട്രൽ എക്സൈസ് അവർ കസ്റ്റംസ് ഡ്യൂട്ടി അവർ കൊടുക്കുന്നുണ്ട്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി അവർ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി അവർ കൊടുക്കുന്നുണ്ട്. ഈ 3 ടാക്സേഷൻ കഴിഞ്ഞിട്ടാണ് കേരള ഗവൺമെന്റിന്റെ അടുത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ ഒഴിവാക്കിയത് എന്നുള്ള കാര്യം സതീശന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് സതീശൻ നിയമസഭയിൽ എന്താണ് പറഞ്ഞത്? സതീശൻ പറഞ്ഞത് അതുപോലെ തന്നെ ഓരോ പദ്ധതികളും മുമ്പ് വേണ്ട എന്ന് വെച്ചിരുന്ന PM3 പദ്ധതി ആയിക്കോട്ടെ, വിഴിഞ്ഞത്തേക്ക് വരും. ശ്രീ ഡോക്ടർ ബി ജയരാജ്, വിഴിഞ്ഞത്തെ ഈ ഓഹരി കൈമാറ്റത്തിന്റെ കാര്യം പിണറായി സർക്കാർ അറിഞ്ഞിട്ടും ഇപ്പോൾ ആ രണ്ട് താങ്കൾ മറ്റു മീഡിയകളുടെ കാര്യം പറഞ്ഞു. അങ്ങനെ വന്നാലും അങ്ങനെ ആണെങ്കിൽ പോലും അത് പിണറായി സർക്കാർ അറിഞ്ഞിട്ടുണ്ടല്ലോ. ദേശാഭിമാനിയിൽ വാർത്ത വന്നു എന്ന് പറയുമ്പോൾ അത് നല്ല കാര്യം എന്ന രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തത്. ജൂൺ 5 നല്ല കാര്യം എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ ഓഹരി കൈമാറ്റത്തിന്റെ വിവരങ്ങൾ അതിനകത്ത് വന്നു. അന്ന് അദാനി പോർട്സ് ഒന്നും ഇതേക്കുറിച്ച് വിശദീകരണം നൽകിയിട്ടില്ല കേട്ടോ. അത് പിന്നീട് ജൂൺ 30 വിശദീകരണം നൽകുകയും ജൂലൈ 1 പത്രങ്ങളിൽ വരികയുമാണ് ചെയ്തത്. ഈ ജൂൺ 5 ദേശാഭിമാനിയിൽ സ്ഥിരീകരിക്കപ്പെട്ട ഒരു വാർത്തയായിട്ട് തന്നെ വരുന്നു. അപ്പോൾ അതിന്റെ സോഴ്സ് സംസ്ഥാന സർക്കാരാണ്. അവിടെ സതീശൻ പറഞ്ഞതിൽ ഒരു കുഴപ്പം സംഭവിച്ചു. ദേശാഭിമാനിയിൽ മാത്രമേ വന്നിട്ടുള്ളൂ എന്ന്. ദേശാഭിമാനിയിൽ മാത്രമല്ല, ജൂൺ 3 തന്നെ മാതൃഭൂമിയിൽ വന്നിരുന്നു. പിന്നെ താങ്കൾ പറഞ്ഞ ഇംഗ്ലീഷ് മാധ്യമത്തിലും വന്നിരുന്നു. അപ്പോൾ ഇത് എക്കണോമിക് ടൈംസിൽ വന്നിരുന്നു. അപ്പോൾ ഇത് ശരിയാണ്, അവിടെ സതീശൻ പറഞ്ഞതിൽ ഒരു പിശക് പറ്റിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ദേശാഭിമാനിയിൽ വാർത്ത വന്നുവല്ലോ. അത് കൂടാതെ ജൂലൈ 1 വന്ന വാർത്തയിൽ ഇത് പിണറായി സർക്കാരിന് നേട്ടമെന്ന് പോലും പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ട് പിന്നെ ഈ സർക്കാരിന് തലയിൽ കെട്ടിവെച്ചു. അത് തെളിഞ്ഞിരിക്കുകയാണ് ഇക്കാര്യം. ഇത് തന്നെ ഏറ്റവും വലിയ കള്ളത്തരമല്ലേ? ഒന്നാമത്തെ കാര്യം, ആദ്യമേ എക്കണോമിക്സ് ടൈംസിനകത്ത് വാർത്ത വന്നു, അതിനുശേഷം മാതൃഭൂമിയിൽ വാർത്ത വന്നു. ദേശാഭിമാനിയിൽ വാർത്ത വരുമ്പോൾ മാത്രമാണ് അത് മാത്രം എന്തിനാ ചൂണ്ടിക്കാണിക്കേണ്ടെന്ന കാര്യം അവിടത്തെയല്ലേ? കൃത്യമായിട്ട് അവിടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ടെർമിനൽ വരുന്നു എന്ന രീതിയിൽ തന്നെയായിരുന്നു. അതൊക്കെ പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്തയാണ് ശ്രീ ഡോക്ടർ ബി ജയരാജ്. അപ്പോൾ അത് സർക്കാർ സോഴ്സ് തന്നെയാണ്. ഇതിനകത്തുള്ള ചോദ്യം എന്താണ്? അല്ല, മറ്റൊരു കാര്യമുണ്ട്. എം വി ഗോവിന്ദൻ തള്ളിപ്പറഞ്ഞു ദേശാഭിമാനിയിൽ പാർട്ടിയുടെ ശ്രദ്ധ കൂടുതലായി പതിപ്പിക്കേണ്ടി വരുമെന്ന് പോലും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. കൂടുതൽ ശ്രദ്ധ വെക്കേണ്ടി വരുമെന്ന്. മഞ്ജുഷ, ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഒരു മിനിറ്റ് എനിക്ക് സമയം തരാമോ? ഇതിനകത്തുള്ള ചോദ്യം എന്താണ്? കേരള സർക്കാർ അറിയാതെ 25 കൂടുതൽ ശതമാനം ഓഹരികൾ വിറ്റഴിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യമാണ്. അത് സംസ്ഥാന സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നാണ് VD സതീശൻ പറയുന്നത്. എങ്കിൽ പിന്നെ മംഗലാപുരം യാത്ര എന്തിനായിരുന്നു? ഈ 25 ലക്ഷം രൂപ മുടക്കി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ എന്തിനായിരുന്നു? VD സതീശന് ആർജം ഉണ്ടെങ്കിൽ അത് ഇന്ന് പത്രസമ്മേളനം വിളിച്ച് പറയട്ടായിരുന്നേ, എങ്കിൽ അംഗീകരിക്കാമായിരുന്നു. VD സതീശൻ ഇത്രമാത്രം ക്ലീൻ ഇമേജ് ഉള്ള ആളായിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം അത് പറയണമായിരുന്നു. എന്തിനാണ് ഞാൻ ഇപ്പോഴും മംഗലാപുരം യാത്രയാണ് കേട്ടോ. ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി കളങ്കമായിട്ട് നിൽക്കുന്നത് ഈ വിഴിഞ്ഞം വിഷയത്തിൽ. അത് അദാനിയുമായിട്ട് എന്തോ ഡീൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി അദാനിയുടെ പ്രതിനിധിയെ കാണാൻ പോയതാണ് എന്ന രീതിയിൽ ഇപ്പോൾ ഇന്ന് എം വി ഗോവിന്ദൻ ഇക്കാര്യം പറയുകയാണ്. ദേശാഭിമാനിക്ക് തെറ്റുപറ്റിയെന്ന് ഒത്തുചേരലുകൾ, സംഘപരിവാറുമായിട്ടുള്ള ഒത്തുചേരലുകൾ, കേന്ദ്രത്തിന് അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ട് കേന്ദ്രവുമായിട്ട് കേന്ദ്ര സർക്കാരുമായി ഉടക്കുന്നില്ല എന്ന് പറയുന്ന സ്റ്റാൻഡ്, അഴകുഴമ്പൻ സമീപനം, എന്തൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു? ഡീൽ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അധികാരത്തിൽ വന്നത്. എന്നിട്ട് ആരാണ് ഇവിടെ ഡീൽ നടത്തുന്നത്? എല്ലാവരും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയെല്ലാമാണ് ഡീലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്? ഈ 3 സർവകലാശാലകൾ. ഡോക്ടർ ബി ജയരാജ്, അതിലേക്കല്ല, ഈ വിഴിഞ്ഞം വിഷയത്തിൽ പിണറായി സർക്കാരിന് ഇക്കാര്യം അറിയാമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വിഷയം എന്ന് പറയുന്നത് ഈ മംഗലാപുരം യാത്രയാണ്. അതെടുത്ത് ഉന്നയിക്കുവാനാണ് ഇന്ന് എം വി ഗോവിന്ദനും സമയം കണ്ടെത്തിയത്. പക്ഷെ പിണറായി സർക്കാരിന് അറിയാമായിരുന്നു എന്നേ. ഇങ്ങനെ ചർച്ച നടക്കുന്ന കാര്യം അറിയാമായിരുന്നു. ഓഹരി കൈമാറ്റത്തെ കുറിച്ച് അറിയാമായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് മഞ്ജുഷെ ഞാൻ തുടക്കം തൊട്ട് പറഞ്ഞതിന്റെ ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് 25% കൂടുതൽ ഓഹരി കേരള സർക്കാർ അറിയാതെ വിറ്റഴിക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ വിഷയം. അത് കേരള സർക്കാരിനെ അറിയിച്ചിട്ടില്ല. ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലാതെ MSC കമ്പനി ഇവിടെ വരുന്നതിനോ ടെർമിനൽ കൊടുക്കുന്നതിനോ ഒന്നും ആരും എതിരല്ല. അതിനെതിരല്ല. പക്ഷെ അത് അതിർത്തി രേഖപ്പെടുത്തുകയാണോ ചെയ്യേണ്ടുന്നത്? അങ്ങനെ ഒരു കൈമാറ്റത്തിലുള്ള ഡീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിർത്തി കൈമാറുക മാത്രമാണോ ചെയ്യേണ്ടുന്നത്? ഒരു സർക്കാർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അതിർത്തി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിർത്തി രേഖപ്പെടുത്തിയതാണോ പ്രശ്നം? അല്ല, ഇതുമായി ബന്ധപ്പെട്ട് എവിടെയാണ് ഓഹരി കൈമാറിയത്? ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുക്കേണ്ട എല്ലാ നോർമൽ പ്രൊസീജിയറും ഇവിടെ എടുത്തിരിക്കുകയല്ലേ?
ഇവിടെ എഗ്രിമെന്റ് പ്രകാരമുള്ള സർക്കാർ തീരുമാനിക്കുന്ന രീതി, അല്ലെങ്കിൽ സർക്കാരിനെ അറിയിച്ചുകൊണ്ട് മാത്രമേ വിഴിഞ്ഞത്തെ ഈ പറയുന്ന ഓഹരി ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിയമം ഇവിടെ നിൽക്കുകയാണ്, കരാർ ഇവിടെ നിൽക്കുകയാണ്. ആ കരാറിനെ മറികടന്നുകൊണ്ട് എവിടെയാണ് ഈ ഓഹരി കൈമാറിയിട്ടുള്ളത്? നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആരോപിക്കുന്ന ആരോപണമാണല്ലോ ഓഹരി കൈമാറ്റം ചെയ്തു. എവിടെയാണ് ഓഹരി കൈമാറ്റം ചെയ്തത്? അല്ലല്ല, പത്രസമ്മേളനത്തെ അല്ല, ഞാൻ പറഞ്ഞോട്ടെ, താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഞാൻ പറയട്ടെ, ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഇത് എന്റെ സമയമല്ലേ? എന്റെ സമയത്തല്ലേ താങ്കൾ സമയത്ത് എന്നോടല്ലേ ചോദ്യത്തിന് താങ്കളല്ലല്ലോ ഉത്തരം പറയുന്നത്. അല്ല ഡോക്ടർ ജയരാജ്, എന്നോട് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. താങ്കൾ സംസാരിച്ചപ്പോഴൊന്നും ഞാൻ ഇടപെട്ടില്ല. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഏത് ഓഹരിയാണ് കൈമാറിയത്? വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏത് ഓഹരി അദാനി ഗ്രൂപ്പ് ആർക്ക് കൈമാറി, എപ്പോൾ കൈമാറി? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എവിഡൻസ് താങ്കളുടെ കയ്യിലുണ്ടോ? ഓഹരി എങ്ങും കൈമാറിയിട്ടില്ല. കേരള സർക്കാരിനെ എന്തിനാണ് ഇങ്ങനെ മുൻനിരയിൽ നിർത്തുന്ന രീതിയിലേക്ക് താങ്കൾ ഇങ്ങനെ ആരോപണങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പോലും അംഗീകരിക്കുന്നില്ലല്ലോ. ദേശാഭിമാനി എന്ന് പറയുന്ന പത്രം ആരുടെ പത്രമാണ്? CPM-ന്റെ പത്രമാണല്ലോ. മറ്റു പത്രങ്ങളെല്ലാം വിട്ടേക്കുക താങ്കൾ. ദേശാഭിമാനി പത്രം ജൂൺ 5-ാം തീയതി ഇറക്കിയ അതിനകത്ത് വന്നിരുന്ന വാർത്തയല്ലേ പറഞ്ഞിരിക്കുന്നത്? അന്ന് ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ MD-യെ പോലും അന്ന് വെച്ചിട്ടില്ല. അന്ന് നിലവിലുള്ളത് CPM ഗവൺമെൻറ്, LDF ഗവൺമെൻറ് വെച്ച് MD ആണ് ഇരിക്കുന്നത്. ആ MD ഇരിക്കുമ്പോഴാണ് വിഴിഞ്ഞ തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് MSC പോലെയുള്ള കമ്പനി വലിയ നിക്ഷേപത്തിലേക്ക് വരുന്നു, ഇത്രയും വലിയ സംഭവം അവിടെ നടക്കുന്നു, അത് ഞങ്ങളുടെ കഴിവാണ് എന്ന് എഴുതുന്ന ഒരു പത്രം. ആ പത്രത്തിന് സോഴ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ പഴയ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടല്ലേ, അല്ലെങ്കിൽ MD-യുമായി ബന്ധപ്പെട്ടല്ലേ? അപ്പോൾ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറയുന്നത് ആരെ കളിയാക്കുന്ന രീതിയിലേക്കാണ്? നിങ്ങളൊന്നും അറിഞ്ഞില്ല എന്നല്ല, ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങളാണ് അദാനിയെ തഴുകിയതും പുലർന്നതും എല്ലാം. ഏത് പാർട്ടി ഓഫീസാണ് അദാനി സന്ദർശിച്ചത്? ഈ പറയുന്ന 2015 ഡിസംബർ 6-ാം തീയതി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഓഫീസ് അദാനി സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ടി ഓഫീസിലാണ് സന്ദർശിച്ചത്. അതുമായി ബന്ധപ്പെട്ട് അത് മുന്നോട്ട് പോയത്. ഈ പറയുന്ന 40 വർഷത്തേക്കുള്ള കരാർ 45 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്ത ആരാണ്? CPM അല്ലേ? ഈ പറയുന്ന എനിക്ക് മുമ്പ് സാർ സംസാരിച്ചതുപോലെ തന്നെ ഈ പറയുന്ന 2000 പറയട്ടെ 90 വർഷത്തേക്കുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അല്ലല്ല 40 വർഷത്തിന്റെ ഈ വരുമാനം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് 45 വർഷത്തേക്കാക്കി കൊടുത്തത് നിങ്ങളാണ് സാർ. രണ്ടാമത് ഞാൻ പറയട്ടെ, സാർ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത്? ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങനെ ഇടപെട്ടോ? ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഞാൻ നിങ്ങൾ ഈ പച്ചക്കള്ളങ്ങൾ പടച്ചുവിടുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് ഞാൻ പറയുമ്പോൾ ഇടപെടുന്നത്? ഈ ഒന്നാം ഘട്ടം പൂർത്തിയാക്കുമ്പോൾ 2019 പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ട് ആ സമയബന്ധിതമായി അവർ പൂർത്തീകരിക്കാതെ വന്നപ്പോൾ ഈ പറഞ്ഞ വിസിലല്ലേ അവർക്കെതിരെ കേസ് കൊടുത്തത്? എത്ര കോടി രൂപയുടെ 980 കോടി രൂപയുടെ കേസ് കൊടുത്തു. ആ കേസ് വേണ്ട എന്ന് വെച്ചത് കേരള സർക്കാരല്ലേ? ആർക്ക് വേണ്ടിയാണ്? അദാനിക്ക് വേണ്ടിയല്ലേ മാറ്റിവെച്ചത്? അതൊക്കെ എന്താണ് ജനങ്ങൾ കാണുന്നതല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന അദാനിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഗവൺമെൻറ് ചെയ്ത പ്രവർത്തികളാണ് ഇതൊക്കെ. എന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായ ഗവൺമെൻറ് വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത വന്നപ്പോൾ അതിനുവേണ്ടി ഇറങ്ങി 24 മണിക്കൂർ, അതായത് ദേശാഭിമാനി പത്രം അതിനെ പുകഴ്ത്തി പറഞ്ഞിട്ട് അതിന് കഴിഞ്ഞ് 24 മണിക്കൂർ കഴിയുമ്പോഴാണ് CPM ഇറങ്ങുന്നത് അങ്കച്ചട്ടയൊക്കെ മുറുക്കിക്കൊണ്ട്. ആരെയാണ് കളിയാക്കുന്നത് നിങ്ങൾ? ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇതിൽ രണ്ടു പേർക്കും LDF-നും UDF-നും ഒരേ നിലപാടാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. അതിൽ CPM ആകട്ടെ അധികാരത്തിലിരുന്നപ്പോൾ അദാനി വേണം എന്നുള്ള നിലപാടിലുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കോർപ്പറേറ്റ് ഭീമൻ എന്ന രീതിയിലേക്ക് മാറി. UDF-ന്റെ നിലപാട് ഇപ്പോൾ അദാനിയോട് ഒരു പ്രശ്നവുമില്ല, ഈ ഓഹരി കൈമാറ്റമെങ്കിൽ ഓഹരി കൈമാറ്റം, അതിലേക്ക് തന്നെ പോകാം എന്നതിലേക്ക് തന്നെ വരികയും ചെയ്യും. അതിൻ്റെ സർക്കാർ അറിഞ്ഞുകൊണ്ട് വേണം എന്നത് മാത്രമാണ്. ഇത് രണ്ടുപേരും പറ്റിക്കുന്ന കാര്യം തന്നെയാണല്ലോ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഇത് KC വേണുഗോപാൽ ഇക്കാര്യത്തിൽ അമിതമായ താല്പര്യം കാണിച്ച് വെട്ടിലായിട്ടുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി VD സതീശൻ വന്നിരിക്കുന്നത്. ഒന്ന് CPM-നെതിരെ, രണ്ട് KC വേണുഗോപാലിനെതിരെ. അതെ മഞ്ജുഷ, തീർച്ചയായും ഇതിൽ ഈ എന്താ പറയുന്നത് നാലാംകുള രാഷ്ട്രീയം എന്ന് പറയില്ലേ, ഇതിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നായാലും CPM-ന്റെ ഭാഗത്തുനിന്നായാലും ഇതേപോലെയുള്ള ഒരു വില കുറഞ്ഞ രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ സതീശൻ ഗോളടിക്കുന്നത് ഒരേ സമയം പിണറായി വിജയനെതിരെയും അതേസമയം കോൺഗ്രസിന് ഉള്ളിൽ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾക്കെതിരെയും തന്നെയാണ്. ഇവിടെ KC വേണുഗോപാൽ അപ്പോൾ പത്രസമ്മേളനം വിളിച്ചല്ലോ, ബുധനാഴ്ച 1-ാം തീയതി അദ്ദേഹം പത്രസമ്മേളനം വിളിച്ച് ഒരു കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ താല്പര്യം ഇതിൽ, അല്ലെങ്കിൽ അവർക്ക് റോളൊന്നുമില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഒന്നെങ്കിൽ കൈ കഴുകാനാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ സതീശനെ ഒന്ന് വെട്ടിലാക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ രണ്ടും നടന്നില്ല എന്നുള്ള തരത്തിലാണ് ഇപ്പോഴത്തെ സതീശൻ്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ KC വേണുഗോപാലിന് കൂടി ഒന്ന് ഏറുകൊള്ളുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. കാരണം ഇവിടെ ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ
ഈ MSC വരേണ്ടത് അത് കേരളത്തിന് തന്നെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. പിന്നെ CPM-ൻ്റെ കാര്യം നോക്കിയാൽ CPM ഇവിടെ ഇതിന് മുൻപും 2015 ഉമ്മൻചാണ്ടി ഈ അദാനിയെ കൊണ്ടുവന്നപ്പോൾ അവർക്ക് വലിയ പ്രശ്നമുണ്ടായിരുന്നു. 2014 മുതൽ അവരിതിനെതിരെ കടൽ കൊള്ള എന്നൊക്കെ പറഞ്ഞ് ദേശാഭിമാനിയിൽ തന്നെ വലിയ ലേഖനങ്ങൾ എഴുതി. ആരും വായിക്കാത്ത, സ്വയം ഈ എഴുതാതെ എന്നാൽ അവരുടെ പേരിൽ പ്രസിദ്ധീകരിക്കുന്ന CPM-ൻ്റെ കേന്ദ്ര നേതാക്കളുടെയും കേന്ദ്ര കമ്മിറ്റി നേതാക്കളുടെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെയൊക്കെ പേരിൽ ഈ എഡിറ്റോറിയൽ പേജിൽ വലിയ ലേഖന പരമ്പരകൾ തന്നെ എഴുതിയുണ്ടാക്കിയതിന് ശേഷം പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി. അതിനു മുൻപ് തന്നെ ഗൗതം അദാനി AKG സെന്ററിൽ പോയി വലിയ എന്തോ ഭീമമായിട്ടുള്ള തുക കൈമാറിയിട്ടായിരിക്കണം CPM-ൻ്റെ അന്നത്തെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിരുന്നു. അതുമാത്രമല്ല, ദല്ലാൽ നന്ദകുമാർ VS അച്യുതാനന്ദനെ ഗൗതം അദാനിയുടെ കൂടെ പോയി കാണുന്ന കാഴ്ചയൊക്കെ മഞ്ജുഷിന് എന്തായാലും ഓർമ്മയുണ്ടാവുമല്ലോ. ഇപ്പോൾ ഈ പുതിയ ആൾക്കാർക്കൊന്നും ഓർമ്മയില്ലെങ്കിലും പലർക്കും അതിൻ്റെ കാര്യങ്ങൾ, ആ കാഴ്ചകളും ഇതൊക്കെ ഫയലൊക്കെ നിങ്ങളുടെ ആർക്കൈവ്സിൽ ഉണ്ടാകും. അന്ന് ദല്ലാൽ നന്ദകുമാർ ഗൗതം അദാനിയെ കൊണ്ടുപോയി VS അച്യുതാനന്ദനെ കൊണ്ടുപോയി കാണിക്കുന്നതും ഗൗതം അദാനി AKG സെന്ററിൽ പോയി കയറുന്നതും ഒക്കെ ആ കാഴ്ചകളൊക്കെ. അപ്പോൾ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഗൗതം അദാനി വീണ്ടും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ കരൺ അദാനി വീണ്ടും പുതിയ AKG സെന്ററിൽ, അന്ന് പഴയ AKG സെന്ററിലായിരുന്നു, AKG പഠന ഗവേഷണ കേന്ദ്രത്തിലായിരുന്നു ഇവർ കൈയടക്കിയ. പണ്ട് ആന്റണി AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് കൊടുത്ത ആ സ്ഥലം കൈയടക്കി AKG സെന്റർ എന്ന പാർട്ടി ആസ്ഥാനമാക്കി മാറ്റിയ CPM-ൻ്റെ ആസ്ഥാനമായിരുന്നു. ഇപ്പോൾ ശരിക്കും ഇവരുടെ പാർട്ടി ആസ്ഥാനം, പുതിയ ആസ്ഥാനം ഉണ്ടല്ലോ, ഈ ബഹുനില മാളിക, ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിനെ പോലെ ഈ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഒരു ഈ അവിടെ ഈ ഹിന്ദിക്കാരൊക്കെ വന്നിട്ട് ഇതേത് ചൈനയുടെ കോൺസുലേറ്റ് ആണോ എന്ന് ചോദിക്കുന്ന കാഴ്ചകൾ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെയുള്ള പുതിയ ഓഫീസിൽ വന്ന് കരൺ അദാനി എന്തെങ്കിലും ഒരു വലിയ സംഭാവന കൊടുത്താൽ ഈ പ്രശ്നം ചിലപ്പോൾ തീരുമാനിക്കും. പഞ്ചനക്ഷത്ര ഹോട്ടൽ എന്ത് പഞ്ചനക്ഷത്രം അല്ല, ഇതിൻ്റെ അത് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇതില് CPM-ന് ഇതിൻ്റെ അത് പ്രത്യേകിച്ച് പിടിച്ചു നിൽക്കാൻ, ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ന്യായീകരിക്കാൻ ഒന്നുമില്ല. ശ്രീ ജയരാജ്, താങ്കൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? CPM-ന്റെ ഔദ്യോഗിക വക്താക്കളൊന്നും ഇല്ലല്ലോ ഇവിടെ. ഇപ്പോൾ CPM-ന്റെ ഔദ്യോഗിക വക്താക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ അകത്ത് വേണമെങ്കിൽ കയറി പിടിക്കാമായിരുന്നു. താങ്കൾക്ക് എന്താണ് ഇത്ര വലിയ ബുദ്ധിമുട്ട്? താങ്കൾ CPM സഹയാത്രികൻ മാത്രമാണല്ലോ. താങ്കളെ അവർ വിട്ടതാണ്. താങ്കൾ കോൺഗ്രസിന്റെ എനിക്ക് വായി തോന്നിയത് പറയുന്ന ആളാണ് ശ്രീ ജയരാജ്. എന്നെ ആരും ഒന്നും പഠിപ്പിച്ചു വിടുന്ന ഈ കീ കൊടുത്തു വിടുന്ന പാവയല്ല. താങ്കളെ പോലെ താങ്കൾ ഒരു കീ കൊടുത്തു വിടുന്ന പാവയാണ്. ഞാൻ വായി തോന്നിയത് പറയുന്ന ആളാണ്. എനിക്ക് എന്തും പറയാം, അതാണ് എന്റെ സൗകര്യം. അതുകൊണ്ട് ഞാൻ എന്നും പറയും, താങ്കൾക്ക് കൊടുത്തോളൂ. എന്തായാലും ഈ കാര്യം ഗൗതം അദാനി AKG സെന്ററിൽ പോയതിനു ശേഷം അന്ന് CPM-ന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നതാണ്. VS അച്യുതാനന്ദനെ പോയി ദല്ലാൽ നന്ദകുമാറിന്റെ കൂടെ കണ്ടത് ഇവിടെ എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. അതിനുശേഷം പിണറായി വിജയൻ അധികാരത്തിൽ വന്നിട്ട് ഗൗതം അദാനിയുടെ ഒക്കച്ചങ്ങായി മാറിയത് നമ്മളെല്ലാം കണ്ടതാണ്. ഇപ്പോൾ CPM-ന്റെ പോലെ കോൺഗ്രസും ഇവിടെ ഈ നാലാംകിട രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ കേരളത്തിന്റെ ഭാവിയാണ് പ്രധാനം. ഇവിടെ KC വേണുഗോപാലും VD സതീശനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവരെ തമ്മിൽ തീർക്കണം. അല്ലാതെ കേരളത്തിലെ ജനങ്ങളെ ഇതിൽ പങ്കാളികളാക്കുകയോ അല്ലെങ്കിൽ ഇതിൽ കേരളത്തിലെ ജനങ്ങളുടെ വികസനം തടഞ്ഞു വെക്കുന്ന രീതിയിൽ ഉള്ള കളികൾ ഉണ്ടാകരുത് എന്നാണ്. ശരിയാണ്. അത് രജനി ഇക്കാര്യത്തിൽ KC വേണുഗോപാൽ അനാവശ്യമായ ഒരു ഇടപെടൽ നടത്തുകയായിരുന്നില്ലേ ചെയ്തത്? സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു വിശകലനം നടത്തുന്നതിന് മുമ്പ് തന്നെ അദാനിക്കെതിരെ രംഗത്തെത്തുകയായിരുന്നു KC വേണുഗോപാൽ ചെയ്തത്. അതുമാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് കേരളം ഭരിക്കുന്നത് BJP അല്ല എന്ന രീതിയിലാണല്ലോ. BJP സർക്കാരുകൾ അദാനിക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അതുപോലെയല്ല കേരളം. അതായത് മുഖ്യമന്ത്രി VD സതീശനുള്ള മുന്നറിയിപ്പ് രീതിയിൽ അദ്ദേഹം വരികയായിരുന്നു. കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെയായിരുന്നു KC വേണുഗോപാൽ ഈ വിഷയത്തിൽ ഇടപെട്ടത്. ഇന്ന് VD സതീശൻ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഞാൻ ഇത്രയും ദിവസം ഇതൊക്കെ കണ്ട് രസിക്കുകയായിരുന്നു, ചിരിക്കുകയായിരുന്നു എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ആ ചിരി ആരുടെയൊക്കെ പ്രതികരണങ്ങൾക്ക് നേരെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് പിണറായി വിജയന്റെ, പ്രതിപക്ഷ നേതാവിന്റെ, രണ്ട് KC വേണുഗോപാലിന്റെ. ഒരിക്കലും അല്ല മഞ്ജുഷ. ഇതിനകത്ത് KC വേണുഗോപാലിനെ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യം അദാനിയുമായി ബന്ധപ്പെട്ട് ഇത് ഇങ്ങനെ ഒരു ന്യൂസ് വരുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അദാനിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിക്ക് അദാനിയുമായി ബന്ധപ്പെട്ട ഒരു നിലപാടുണ്ട്.
ആ നിലപാട് ഉറച്ച് മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അപ്പോൾ ആ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ദേശീയ സെക്രട്ടറി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ അഭിപ്രായം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ അഭിപ്രായം എന്ന് പറയുന്നത് അദാനി അങ്ങനെ ഒരു പത്രക്കുറിപ്പോ അങ്ങനെ ഇറക്കാൻ ഈ കേരള സർക്കാരിൻ്റെ പെർമിഷൻ ഇല്ല, ഒന്നും നടക്കത്തില്ല എന്നുള്ള കാര്യത്തിലാണ് അദ്ദേഹം ആ അഭിപ്രായം പറഞ്ഞത് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അല്ലാതെ ഈ പറയുന്ന സർക്കാരും ഈ കെ സി വേണുഗോപാലും തമ്മിലുള്ള വിഷയങ്ങൾ അങ്ങനെ ഒരു വിഷയങ്ങളൊന്നും ഇന്ന് കേരളത്തിൽ കോൺഗ്രസിനകത്തോ സർക്കാരുമായി ബന്ധപ്പെട്ടോ ഒന്നുമില്ല. അത് ചുമ്മാ CPM പടച്ചുവിടുന്ന കുറേ ആയുധങ്ങളായി മാത്രമാണ് ഇപ്പോൾ കേരളത്തിലെ സമൂഹം ഏറ്റെടുക്കുന്നത്. ഇവിടെ നിൽക്കുന്നത് എന്താണ്? CPM എന്ന് പറയുന്ന പാർട്ടി, LDF എന്ന് പറയുന്ന സർക്കാർ, മുന്നിരുന്ന സർക്കാർ അദാനിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഡീലുകൾ, ആ ഡീലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ തന്നെ സെൽഫ് ഗോളായിട്ട് തന്നെ അവർ തന്നെ വെളിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അവർ തന്നെ സെൽഫ് ഗോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലേ ഈ ദേശാഭിമാനി പത്രത്തിൽ ഇപ്പോൾ തള്ളിപ്പറയാൻ ഗോവിന്ദൻ മാസ്റ്ററെ പോലെയുള്ള CPMൻ്റെ സെക്രട്ടറിയൊക്കെ തയ്യാറായതല്ലേ? ദേശാഭിമാനി പത്രം അന്നും ഇന്നും ഓരോന്ന് എഴുതാറുണ്ട്. പക്ഷേ ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനി പത്രം എഴുതിയത് ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൽ നിന്നിട്ട് ഈ പറയുന്ന MDA പോലും സ്ഥാപിക്കാത്ത നിലയിൽ നിൽക്കുമ്പോൾ തന്നെ ദേശാഭിമാനി പത്രം അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത് തന്നെ ആ മുൻ ഗവൺമെൻറ്റിൻ്റെ നിലപാടല്ലേ? ആ മുൻ ഗവൺമെൻറ് എടുത്തിട്ടുള്ള നിലപാടുമായി ബന്ധപ്പെട്ട് അദാനി പോലും പറയുന്നുണ്ട് ഈ 1 വർഷമായി നടന്ന ചർച്ചയാണ്, MSCയുമായി ബന്ധപ്പെട്ട ചർച്ച 1 വർഷമായി ഈ കേരളത്തിൽ നടക്കുന്നുണ്ട്, അതുമായി വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ആ പോർട്ടുമായി ബന്ധപ്പെട്ട് 1 വർഷമായി നടന്ന ചർച്ചയുടെ ഭാഗമായിട്ടാണ് അവർ ഈ ഓഹരി വേണം എന്നുള്ള ആവശ്യം വരുന്നതും അതുപോലെ തന്നെ ആ സമീപനം ഉണ്ടാകുന്നത്. ഇവിടെ എങ്ങും ഓഹരി കൈമാറ്റം നടന്നിട്ടില്ല. കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ്. ഇവിടെ ഒരു ഓഹരി കൈമാറ്റവും എങ്ങും നടന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ അറിയുമ്പോൾ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട അസംതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട അദാനി ഗ്രൂപ്പിന് കത്ത് കൊടുക്കുകയാണ്. അവർ അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് കത്ത് കൊടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന എംപയർ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടന്നിട്ട് അത് നമ്മുടെ സംസ്ഥാനത്തിന് അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും വിഴിഞ്ഞം പോർട്ടിനുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം പഠിച്ച ശേഷം മാത്രമേ സർക്കാർ ഒരു നിലപാടുമായി ബന്ധപ്പെട്ടു പോകത്തുള്ളൂ. ഒരു കൺസെഷൻ എഗ്രിമെൻ്റ് ഇവിടെ നിൽക്കുകയാണ്. ആ എഗ്രിമെൻറ്റിന് മറികടന്നുകൊണ്ട് ഒന്നും അവിടെ നടക്കുകയില്ല. അത് കേരള സർക്കാർ ഉറപ്പ് നൽകുന്ന കാര്യമാണ്. കൺസെഷൻ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, 5/3 എന്ന് പറയുന്നത് സുപ്രധാനമായ കാര്യമല്ലേ? കൺസെഷൻ അഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട് സർക്കാർ അറിയാതെ ഒരു കൈമാറ്റവും ഓഹരി കൈമാറ്റവും അവിടെ നടക്കാറില്ല. അതാണ് അവിടെ നടക്കുന്നത്. പിന്നെ ഈ പറയുന്ന മംഗലാപുരം യാത്രയുമായി ബന്ധപ്പെട്ട് എന്താണ് അവിടെ എന്താണ് അനിശ്ചിതമുണ്ടായത്? അത് അദ്ദേഹം അല്ല, അദ്ദേഹം പലതവണയും അതുമായി ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന് അങ്ങനെ ഒരു അങ്ങനെ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കാണണമെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു എയർപോർട്ടിൽ മംഗലാപുരം യാത്രയുടെ ദുരൂഹത മാറിയിട്ടുണ്ടോ? ഞാനൊന്ന് പറഞ്ഞു അവസാനിപ്പിക്കട്ടെ. ഇല്ല, അതിൻ്റെ ദുരൂഹത മാറിയിട്ടില്ല. കാരണം ആരാണ് ആ ഫ്ലൈറ്റിൻ്റെ അതിൻ്റെ ചാർജ് വഹിച്ചത്? ആരാണ്? ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിന് നമുക്കറിയാമല്ലോ, സാധാരണ ഫ്ലൈറ്റ് പോലെ അല്ലല്ലോ. അപ്പോൾ അതിന് ആരാണ് ആ യാത്രാക്കൂലി കൊടുത്തത്? അത് അദ്ദേഹം മൂകാംബികയ്ക്കാണോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ മറ്റ് ആരെങ്കിലും കാണാനാണോ പോയത് എന്നുള്ളതിൽ ഇപ്പോഴും ഒരു നിഗൂഢത നിൽക്കുന്നുണ്ട്. അല്ല, അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇപ്പോൾ ഒരാളെ കാണണമെങ്കിൽ അല്ലെങ്കിൽ രഹസ്യമായി എന്തെങ്കിലും സംഭാഷണം നടത്തണമെങ്കിൽ അത് രഹസ്യ സ്വഭാവത്തിൽ കാത്തു സൂക്ഷിക്കുവാൻ അറിയാവുന്ന ആൾക്കാരൊക്കെ ആണല്ലോ ഈ നാട്ടിലൊക്കെ ഉള്ളത്. പക്ഷേ ഒരു എയർപോർട്ടിൽ വെച്ച് അവിടെ നിന്ന് കണ്ടിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ആ കാര്യങ്ങളെല്ലാം വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് അത് രഹസ്യ കൂടിക്കാഴ്ചയാണ് എന്ന് പറയുന്നതിനകത്തെ അർത്ഥം അതെ അല്ല, അതുമായി ബന്ധപ്പെട്ട് കണ്ടവർ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടുള്ളൂ. ഇത് പറയുന്ന ആളുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടുള്ളൂ. അങ്ങനെ ഒരു രഹസ്യ കൂടാലോചനയും രഹസ്യ കൂടിക്കാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആ പറയുന്ന കാര്യങ്ങൾ ഇടുവോ ആരെങ്കിലും? ഇത് പറയുന്നതിനകത്തൊരു അർത്ഥം വേണ്ടേ? ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മംഗലാപുരം യാത്രയുടെ കാര്യത്തിൽ ആരോപണമായിട്ട് നിങ്ങൾക്ക് ഓരോന്നും പറയാം, പക്ഷേ അതിലേക്ക് വെളിച്ചം വീശുന്ന മറ്റു തെളിവുകൾ നിങ്ങളുടെ പക്കലില്ല. ഇനി ഇത് കുറേ മാസങ്ങളോളം ഇത് തന്നെ തുടരുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഈ അദാനി MSC ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിങ്ങളിങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. അത് ദേശാഭിമാനിയെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് ഈ ആരോപണം ഉന്നയിക്കുന്നത് കേട്ടത്. അതിനപ്പുറം ഒന്നുമില്ല ഇക്കാര്യത്തിൽ. പിണറായി സർക്കാർ ഇത് അറിഞ്ഞിട്ടുണ്ട്, ഈ ഡീൽ. ഇക്കാര്യം നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റാത്ത തരത്തിലായി കഴിഞ്ഞു. അത് ഒരു പത്രം ദേശാഭിമാനിയിൽ മാത്രമാണെന്ന് സതീശൻ പറഞ്ഞെടുത്തതെന്ന് രണ്ട് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നതുകൂടി വന്നെന്ന് വെച്ച് സതീശൻ പറഞ്ഞത് കള്ളമാകുന്നില്ല. ഇതിനകത്ത് 25% കൂടുതൽ ഓഹരി കൈമാറ്റം ചെയ്യുന്നു, സർക്കാർ അനുമതി ഇല്ലാതെ കൈമാറ്റം ചെയ്യുന്നോ ഇല്ലേ എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. അല്ലാതെ വേറെ യാതൊരു പ്രശ്നം ഇവിടെ ഇല്ല. അവരുടെ ടെർമിനൽ തുടങ്ങുന്നതിനകത്തോ ഇത് കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഉള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയിൽ ആർക്ക് വേണമെങ്കിലും നിക്ഷേപം മുടക്കാവുന്നതാണ്. അത് MSC എന്ന് പറയുന്ന
കമ്പനി വരുവാണെങ്കിൽ അത്രയും നല്ലതാണ്. കാര്യം അവർക്ക് നല്ല ട്രാക്ക് റെക്കോർഡ് ഉള്ളതാണ്. പക്ഷേ അവർ കേരള സർക്കാർ അറിയാതെ ഈ ഓഹരി കൈമാറ്റം ചെയ്യുന്നോ ഇല്ലേ എന്നുള്ളതാണ് ഇവിടെ വിഷയം. അത് ക്ലിയർ ചെയ്താൽ മതി. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ സതീശൻ പറഞ്ഞത് എന്താണ്? അങ്ങനെ ഒരു സംഭവമേ ഇല്ല. 25% ഇനിയിപ്പോൾ ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സെബിയുടെ ക്ലിയറൻസ് വേണ്ടേ, കേന്ദ്ര സർക്കാരിന്റെ ക്ലിയറൻസ് വേണ്ടേ, എന്നിട്ട് വീണ്ടും ഇവിടെ ഒന്ന് ചോദിക്കണ്ടേ, എന്നിട്ട് നമ്മളത് വേണ്ടാന്ന് പറയാൻ പറ്റുമോ? അവർക്ക് കൈമാറ്റം ചെയ്യേണ്ടെന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹം വളച്ചൊടിച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. ചോദിച്ചത് താങ്കൾ കണ്ടതാണ്. ഞാൻ അല്ല, അത് വളച്ചൊടിച്ചല്ലേ താങ്കൾ കാര്യങ്ങൾ പറയുന്നത്? എവിടെയാണ് അതങ്ങനെ പറഞ്ഞത്? വളച്ചൊടിച്ചെന്ന് ഏത് പത്രസമ്മേളനത്തിലാണ് അങ്ങനെ പറഞ്ഞത്? കൃത്യം എങ്ങനെയാണ് എംപയർ കമ്മിറ്റി വെച്ച് അത് ആലോചിച്ച് അത് പഠിച്ച ശേഷം ഈ വിഴിഞ്ഞത്തിന് വേണ്ടുന്ന കാര്യങ്ങളാണോ അല്ലയോ എന്ന് അറിഞ്ഞ ശേഷമാണ് അതിന് തീരുമാനം എടുക്കുന്നത് എന്നല്ലേ പറഞ്ഞത്? താങ്കളെ പോലെ ഒരാൾ ഇങ്ങനെയാണ് പറയുന്നത്? അതെ, അങ്ങനെ തന്നെ എന്തായാലും പിന്നോട്ടില്ല എന്നുള്ളതാണ്. PM-ശ്രീയുടെ കാര്യത്തിൽ നമ്മളത് കണ്ടതാണ്. ഇനി ഏറ്റവും പിന്നോട്ട് പോകണോ ഇക്കാര്യത്തിൽ? അല്ലല്ല, ഡോക്ടർ ബി ജയരാജ്, ഇക്കാര്യത്തിൽ എന്തിന് പിന്നോട്ട് പോകണം? പിണറായി സർക്കാരിന് ഇക്കാര്യത്തിൽ വേവലാതി ഇല്ലായിരുന്നു. പിന്നെ എന്തിനാണ് UDF സർക്കാരിന് ഇക്കാര്യത്തിൽ വേവലാതി? UDF സർക്കാർ ചെയ്യരുത് നിങ്ങൾ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? അല്ല, 25% കൂടുതൽ സംസ്ഥാന സർക്കാരുമായിട്ട് അന്വേഷിക്കാതെ ചെയ്യുന്നതിനെതിരെ തന്നെയായിരുന്നു സർക്കാർ അറിഞ്ഞല്ലോ. സർക്കാർ അതൃപ്തി അറിയിച്ചു. അന്ന് തന്നെ ഈ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നടപടിക്രമങ്ങൾ മുന്നോട്ട് പോട്ടെ. ഇതിനകത്ത് വിഷയമൊന്നുമില്ല. സംസ്ഥാന സർക്കാരിന് എതിരില്ല എന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ അത് നടപ്പിലാക്കട്ടെ. ആർക്കും അതിനെതിരെ? സംസ്ഥാന സർക്കാർ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. ഈ പ്രശ്നമില്ലല്ലോ. സംസ്ഥാന സർക്കാർ ഇത് അറിഞ്ഞിട്ടില്ല, ഇങ്ങനെ കേട്ടിട്ടില്ല, ഇങ്ങനെ ഒരു സംഭവം അറിയത്തില്ല, മുൻ ഗവൺമെന്റ് ചെയ്തു വെച്ചാണ്, ആ ചർച്ചകളെ കുറിച്ച് എനിക്ക് യാതൊരു ബോധമില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നസെന്റ് കാർഡ് ഇറങ്ങി പ്ലേ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പറയുന്നത് എല്ലാവരും കേട്ടതാണ്. ഞാൻ പറയട്ടെന്ന് മഞ്ജുഷ, ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അതിന് ഉടനെ കുഞ്ഞാലിക്കുട്ടി അതിന് ഡിഫൻസുമായിട്ട് വന്നു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞതാണെന്ന്. അതിനെ വരെ ന്യായീകരിക്കാനായിട്ട് ആള് നിയമസഭ അകത്തുണ്ട്. VD സതീശൻ പറയുന്ന എന്ത് കാര്യത്തിനെയും ന്യായീകരിക്കാനായിട്ട് ന്യായീകരണ തൊഴിലാളികൾ ഇങ്ങനെ ഉണ്ട്. അതിനി പൂക്കിയായാലും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ബ്ലൂ എക്കണോമി എന്ന് പറയുന്നത് കടൽ കൊള്ളയാണ്. ഇവരെല്ലാം റാസ്പുട്ടിൻസ് ആണ്. കേരളം നടന്നുകൊണ്ടിരിക്കുന്നത്. യാതൊരു സംശയം വേണ്ട, കടൽ കൊള്ളയാണ് കേരളത്തിൽ വരുന്ന ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. കടൽ കൊള്ളയാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുടുംബക്കാരെ ഉൾപ്പെടെയുള്ളവരെ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ട് ഉദ്ഘാടന ചടങ്ങിൽ ഇത് ഞങ്ങളുടെ പാർട്ണറാണ് എന്ന് വിളിച്ചു പറഞ്ഞ് ഉദ്ഘാടനം നടത്തിയ ആളുകളാണ് ഇന്ന് വന്നിട്ട് ഈ പറയുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നത്. കഴിഞ്ഞ ഗവൺമെന്റിലെ മന്ത്രി, തുറമുഖ മന്ത്രിയാണ് പറഞ്ഞത് അദാനി ഞങ്ങളുടെ പാർട്ണറാണെന്ന്, വികസന പങ്കാളി, അതെ പങ്കാളിയാണെന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ വന്നിരുന്നത് ഈ പറയുന്ന രീതിയിലേക്ക് വേറെ രീതി തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളൊക്കെ വരുന്നത്. ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം. ന്യായീകരണ തൊഴിലാളികൾ നിങ്ങളാണ്, ക്യാപ്സൂളുമായി വരുന്നത് നിങ്ങളാണ്. ഈ ക്യാപ്സൂളൊന്നും ഈ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ചിലവാകില്ല എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ഒരു വർഷമായി എല്ലാം കണ്ടും കേട്ടും മുന്നോട്ട് പോയ ആളുകൾ ഇപ്പോൾ വന്നിട്ട് ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒരു സർക്കാരിൻ്റെ മേൽ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി കേൾക്കുമ്പോൾ അസ്വസ്ഥരായി പോവുകയാണ്. ദേശാഭിമാനി പത്രത്തെ വരെ തള്ളിപ്പറയാണ്. ഞങ്ങൾക്കൊന്നും ദേശാഭിമാനി പത്രത്തെ ഒന്നും വിശ്വാസമില്ല. പക്ഷേ നിങ്ങളുടെ വരിക്കാരായ ദേശാഭിമാനി പത്രത്തെ വരിക്കാരായി കണ്ട് പത്രം വായിക്കുന്ന പാർട്ടി മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ നാളെ ഈ പത്രം വേണോ വേണ്ട എന്ന് ചിന്തിക്കേണ്ടി വരും. പാർട്ടിക്കൊരു ലൈൻ, ദേശാഭിമാനിക്കൊരു ലൈൻ. എന്തുവാണ് ഇത് പറയുന്നത്? ആരോടാണ് പറയുന്നത്? പാർട്ടി സെക്രട്ടറിയാണ് തള്ളി പറഞ്ഞത്. പാർട്ടി സെക്രട്ടറിയാണ് തള്ളി പറഞ്ഞത്. രജിൻ സംസാരിക്കുന്നത് എന്റെ സമയം എടുത്തല്ലേ? അല്ല, താങ്കൾ പറഞ്ഞത് അങ്ങനെയല്ല പറഞ്ഞത്. അതിനേക്കാളും മുമ്പേ വേറെ പത്രങ്ങളിലും വാർത്ത വന്നിരുന്നു. അതിനകത്ത് താങ്കൾ തള്ളി പറഞ്ഞെന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി തള്ളി പറഞ്ഞെന്നാണ് പറഞ്ഞത്. പറഞ്ഞൊരു കാര്യം താങ്കൾ പറഞ്ഞെന്നല്ല പറഞ്ഞത്, പാർട്ടി സെക്രട്ടറിയാണ് തള്ളി പറഞ്ഞത്. ഞാൻ താങ്കളുടെ സമയത്ത് ഇടപെട്ടോ? അല്ല സാർ, താങ്കൾ പറഞ്ഞ കാര്യമല്ല പറഞ്ഞില്ലേ? രജിന് ഒരു ജനാധിപത്യ മര്യാദ കാണിക്കണം. താങ്കൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ ഇടപെട്ടോ? ഞാൻ താങ്കൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഇടപെട്ടോ? താങ്കൾ എന്റെ ഇത്രയും സമയം കവർന്നെടുത്തിട്ടില്ലേ? എനിക്കിനി അങ്ങോട്ട് പറയാനുള്ള അവസരം തരൂ. ഒന്നും മിണ്ടാതിരിക്കാമെങ്കിൽ ഞാൻ പറയാം. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഇതിനകത്തൊരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഈ 25% കൂടുതൽ ഓഹരി വിൽക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ടുള്ള ഇടപാടാണോ അല്ലയോ? 25 ലക്ഷം രൂപ ചെലവാക്കി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഇയാൾ യാത്ര ചെയ്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ യാത്ര ചെയ്തത് ആര്യാടന്റെ ബന്ധുവിനെ കാണാനായിട്ടാണോ അതോ അദാനിയുമായിട്ട് ഡീൽ ഉണ്ടാക്കാനാണോ?
അതുപോലെ തന്നെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കേരളത്തിലെ ഗവർണർ ഓരോ സ്ഥലത്തെയും വൈസ് ചാൻസലർമാര് അവർക്കനുസരിച്ചിട്ടുള്ള ബോർഡ് ഓഫ് സ്റ്റഡീസ് മാറ്റുന്നതും ഒക്കെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അറിഞ്ഞിട്ടാണോ അല്ലാതാണോ ചെയ്യുന്നത്? അങ്ങനെ അടിമുടി, അതായത് ഒരു ഗ്രേസ് പീരീഡ് നമ്മളൊരു ഗവൺമെന്റിന് കൊടുക്കും, അതായത് ഹണിമൂൺ പീരീഡ് എന്ന് പറയുന്ന ഒരു ഗ്രേസ് പീരീഡ്. ഈ ഗ്രേസ് പീരീഡ് പോലും കൊടുക്കാത്തക്ക രീതിയിൽ അത്ര ഫാസ്റ്റസ്റ്റ് ആയിട്ടാണ് ഷെയ്ഡി ഡീൽസ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് കേരള രാഷ്ട്രീയം ഒബ്സർവ് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പറഞ്ഞ വാക്കുകൾ എഴുതി വെച്ചോ. കേരളത്തിനെ ഇഞ്ചിഞ്ചായി വിൽക്കാൻ പോകുന്ന, കേരളത്തിന്റെ കടൽ തീരത്തിന് മൂല്യശോഷണം സംഭവിച്ച് കേരളത്തിലെ മണ്ണ് എല്ലാം ഇതേപോലുള്ള ഏജൻസികൾക്ക്, സ്വകാര്യ ഏജൻസികൾക്ക് വിറ്റ് തൊലച്ചുകൊണ്ട്, കുത്തകൾക്ക് വിറ്റ് തൊലച്ചുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ വയനാട്ടിൽ മാധ്യമങ്ങളെ കാണുകയാണ്. ദുരന്ത മേഖല സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത്. വയനാട്ടിൽ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടു, PWDയുമായി ബന്ധപ്പെട്ടു, പല കേന്ദ്രങ്ങളിലും ബന്ധപ്പെട്ടു, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ലൊക്കേഷൻ കണ്ടു. ഇതെല്ലാം കണ്ടിട്ടുള്ള പ്രാഥമികമായ മുഖ്യമന്ത്രി വി ഡി സതീശൻ വയനാട്ടിലെ ദുരന്ത മേഖല സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇത് കടൽ കൊള്ളയ്ക്കുള്ള ഏർപ്പാടാണ് എന്ന രീതിയിലുള്ള പ്രതികരണമാണ്. MV ഗോവിന്ദന്റെ പ്രതികരണവും ഇതേ രീതിയിൽ തന്നെയായിരുന്നു. CPM-ൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണം വരിക എന്ന് പറഞ്ഞാൽ പരിഹാസ്യമായൊരു സംഭവമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. ഇനി CPM-ന് എന്ത് വോയിസാണ് ഇക്കാര്യത്തിലുള്ളത് ഇത്തരം ഒരു ആക്ഷേപം ഉന്നയിക്കാൻ? അല്ല മഞ്ജുഷ്, ഈ പിണറായി വിജയൻ്റെ 10 വർഷക്കാലത്ത് കഴിഞ്ഞ 5 വർഷത്തിൽ വ്യവസായ മന്ത്രിയായിരുന്ന P രാജീവ് ഇന്ന് നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അത് എത്ര പരിഹാസ്യമാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഗോവിന്ദൻ മാഷ് ഇപ്പോൾ ഓൾറെഡി അദ്ദേഹം പാർട്ടിക്കുള്ളിൽ തന്നെ അദ്ദേഹം വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവരൊക്കെ പറയുന്ന കാര്യം, ഇപ്പോൾ അവർക്ക് ഇതിൻ്റെ ഒരു പച്ച മലയാളം എന്താണെന്ന് വെച്ചാൽ, ഭരണം നഷ്ടപ്പെട്ടു, CPM-ന് ഭരണം നഷ്ടപ്പെട്ടു, ഇനിയെല്ലാം അവർക്ക് ഈ തീയൊഴിച്ച് ഇവിടെ എല്ലാം അഗ്നിക്കിരയാക്കുക എന്ന തരത്തിൽ, ഒന്നെങ്കിൽ ഞങ്ങൾക്ക് ഭരണമുണ്ടെങ്കിൽ കേരളം തേനും പാലും ഒഴുകുന്ന നാടാക്കും, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം കത്തിച്ച് നശിപ്പിക്കും എന്ന തരത്തിലുള്ള വളരെ പ്രതിലോമകരമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്, സമീപനമാണ് CPM സ്വീകരിക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷത്തിൽ ഇവർ തന്നെയായിരുന്നു വികസനത്തിൻ്റെ അപ്പസ്തോലന്മാർ. ഇതേ P രാജീവ് തന്നെ കോട്ട് സൂട്ട് വിട്ട് ഡാവോസിൽ പോയി അദ്ദേഹത്തിൻ്റെ മുറി ഇംഗ്ലീഷിൽ അദ്ദേഹം വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ സൈദ്ധാന്തിക നിലപാടുകളൊക്കെ മാറ്റി അദ്ദേഹം ഒരു കേരളത്തിലേക്ക് വ്യവസായികളെ മാടി വിളിക്കുന്ന ഒരാളായി മാറിയിരുന്നു. പെട്ടെന്ന് അദ്ദേഹം വീണ്ടും സ്ഥലജല വിഭ്രമം പോലെ ഇന്നിപ്പോൾ അദ്ദേഹം ഇവിടെ കൊച്ചിയിൽ അദ്ദേഹം പത്രക്കാരെ കണ്ടിട്ട് പറയുന്നു അദാനിക്ക് എന്തൊക്കെയോ ദുരൂഹമായിട്ടുള്ള ഡീലാണ്, ഇവിടെ MSc വരുന്നത് പ്രശ്നമാണ്. ഈ MSc വരുന്നത്, MScക്ക് 25% കൂടുതൽ ഓഹരി കൊടുക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ പറ്റില്ല എന്ന് ഇവർക്ക് ആദ്യ ദിവസം മുതലേ അറിയാം. ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ സംഭാഷണം, അതായത് MScയും അദാനിയും തമ്മിലുള്ള ചർച്ച നടക്കുന്ന കാര്യം ഇതെല്ലാം അറിയാം. വെറുതെ ഒരു പുകമറ സൃഷ്ടിക്കുകയാണ്. ദേശാഭിമാനിയിൽ കഴിഞ്ഞ ബുധനാഴ്ച 1-ാം തീയതി വാർത്ത വന്നതിന് ശേഷം പോലും, അതായത് അതിൽ അവർ ഇതെല്ലാം പിണറായി വിജയൻ്റെ വലിയ ഒരു വികസന നേട്ടമായിട്ടാണ് അതിനെ ചിത്രീകരിച്ചത്. ജൂൺ 5-ാം തീയതിയിൽ ഇന്നിപ്പോൾ പുറത്തു വന്ന ആ വാർത്തയിലും ഞാൻ ഈ ദേശാഭിമാനി ദിവസം വായിക്കുന്നതാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഏതെങ്കിലും സമയത്ത് ഇത് മറിച്ചു നോക്കും. കാരണം നമുക്ക് ഊറിച്ചിരിക്കാനുള്ള വക എന്തായാലും ദേശാഭിമാനിയിൽ കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ചില ഇന്നർ പാർട്ടി പൊളിറ്റിക്സ്, ഉൾപാർട്ടി രാഷ്ട്രീയത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും ഈ സാധനം വായിക്കാറില്ല. പക്ഷേ കൊച്ചി എഡിഷനിൽ ദൗർഭാഗ്യകരം ഈ സാധനം വന്നില്ല കഴിഞ്ഞ ജൂൺ 5-ന്. അല്ലെങ്കിൽ ഞാനിത് കണ്ടേനെ. മറ്റു പലർക്കും ഇത് ചിലപ്പോൾ മിസ്സായാലും ഞാനിപ്പോഴും പത്രം വായിക്കുന്ന ഒരാളാണ്. അത് കാരണം എനിക്ക് കാണാൻ പറ്റാത്തതിൽ ദുഃഖമുണ്ട്. മാതൃഭൂമിയിലും തിരുവനന്തപുരം എഡിഷനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്. അതെ, തിരുവനന്തപുരം എഡിഷനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് മാതൃഭൂമിയിൽ ഓൺലൈനിലായിട്ടാണ് വന്നത്. അത് കാരണം ഈ സാധനം ഞാൻ കണ്ടില്ല. എന്തായാലും CPM-ന് ഇതിനെക്കുറിച്ച് എല്ലാം കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരുന്നു. എന്നിട്ട് തോമസ് ഐസക് വന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എത്ര കല്ല് വെച്ച നുണകളാണ്. എന്നിട്ട് രാജീവ് വന്നിട്ട് പറയാണ് സതീശൻ കല്ല് വെച്ച നുണ പറയുകയാണെന്ന്. സതീശൻ കല്ല് വെച്ച നുണ പറഞ്ഞാലും ഇല്ലെങ്കിലും ഇവർ പറയുന്നത് കല്ല് വെച്ച നുണയല്ലേ എന്ന് ഇവർക്ക് സ്വയം കണ്ണാടിയിൽ നോക്കിയിട്ട് മനസ്സിലാകുന്നില്ലേ? സതീശൻ കുറച്ച് വാക്ചാതുര്യം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ ചില നുണകൾ വേണമെങ്കിൽ സത്യം പറയുന്നത് പോലെയൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇവർ ചെയ്യുന്നത് എന്താണ്? കഴിഞ്ഞ
10 വർഷം ഇവർ വികസനത്തിൻ്റെ അപ്പസ്തോലന്മാരായിട്ട് നിന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ഇവിടെ കേരളം കത്തിക്കണം എന്ന രീതിയിൽ പഴയ ഇവരുടെ സമീപനം, വികസന വിരോധ സമീപനം, ഇവിടെ പണ്ട് കൊച്ചി എയർപോർട്ട് വന്നപ്പോഴും ഇവിടെ എന്ത് വികസന പദ്ധതി വന്നപ്പോഴും അതിനെ എതിർത്തിരുന്ന അതേ സമീപനത്തിലേക്ക് CPM തിരിച്ചു പോവുകയാണോ? കേരളത്തെ വീണ്ടും ഭ്രാന്താലയമാക്കി ഇവിടെ സാമ്രാജ്യത്വം, കുത്തക, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാം ഇവരുടെ മക്കളെയും മറ്റ് പലരെയും ഇവരുടെ ബന്ധുക്കളെയൊക്കെ ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക് പോകുന്ന അതേ അമേരിക്കക്കെതിരെ സാമ്രാജ്യത്വം വീണ്ടും വന്നിട്ട് ഇവിടെ കമ്പനി വന്നിട്ട് അവരെ ഓടിക്കാനാണോ ശ്രമിക്കുന്നത് എന്ന ആശങ്ക വരുത്തുന്ന തരത്തിലാണ്. പ്രതിപക്ഷത്ത് വരുമ്പോഴേക്കും കോർപ്പറേറ്റ് ഭീമൻ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് പഴയ അതേ സമീപനം നിങ്ങൾ എടുക്കുകയാണ്. ഇനി അത് വിജയിക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. കൃത്യമായിട്ട് ഇതിൽ സർക്കാർ എന്ത് കള്ളക്കളി നടത്തി എന്ന് നിങ്ങൾ പറയാത്തിടത്തോളം ഇത് പിണറായി സർക്കാർ ചെയ്ത കാര്യം എന്നേ പറയാൻ കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു സംശയമില്ല. ഇതിനകത്ത് വികസനത്തിന് എതിർക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. വികസനം നടപ്പിലാക്കുമ്പോൾ അത് സുതാര്യമായ രീതിയിൽ, ട്രാൻസ്പെറൻ്റ് ആയ രീതിയിൽ ചെയ്യണമെന്നേ പറയുന്നുള്ളൂ. 25% കൂടുതൽ ഓഹരി വിൽക്കുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് കൺസേൺ ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. 90 വർഷത്തേക്ക് ഒരു ഓഹരി എഴുതി കൊടുക്കുമ്പോഴത്തേക്കും അദാനി ഗ്രൂപ്പിന് തീരെഴുതി കൊടുത്തതാണ്. അതാണ് നമ്മൾ 45 വർഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ വ്യത്യാസം വരും. ഇടതുപക്ഷത്തിന്റെ വികസന സങ്കല്പം എന്താണ്, വലതുപക്ഷത്തിന്റെ വികസന സങ്കല്പം എന്താണ്? നെഹ്റു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് ആണെന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് നടക്കുന്ന മാതൃഭൂമി ഒരു സൺഡേ സപ്ലിമെന്റ് എടുത്ത് അതിനെക്കുറിച്ച് നെഹ്റുവിന്റെ പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത്. നെഹ്റുവിന്റെ പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ വാചാടോപങ്ങളിൽ യാതൊരു കാര്യവുമില്ല. അത് പ്രാവർത്തികമാക്കി കാണിക്കണം. അല്ലാതെ അടിമുടി ഇരട്ടത്തപ്പായ അടിമുടി നുണ പറഞ്ഞ് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് നമുക്കത് തള്ളിക്കളയാം. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യം പലപ്പോഴും വി ഡി സതീശൻ മറന്നു പോകുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള നട്ടാക്കുരുക്കത്തെ നുണകൾ നിയമസഭയ്ക്ക് ഉള്ളിൽ നിന്ന് പറയുമ്പോൾ പോലും സത്യത്തിൽ ലജ്ജ തോന്നുന്നു, അപമാനം തോന്നുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവും ഇത്തരത്തിലുള്ള ബ്ലാറ്റന്റ് ലൈസ് എങ്ങും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അല്ല, ഇതിനകത്ത് എന്ത് നുണയാണ് പറഞ്ഞതെന്നും കൂടി താങ്കൾ വ്യക്തമാക്കണം. താങ്കൾ കുറെ നേരമായി ഈ ചർച്ച ആരംഭിച്ചപ്പോൾ മുതൽ പറയുന്നുണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നുണ പറഞ്ഞു. എന്ത് നുണയാണ് പറഞ്ഞത്? ആ കാര്യം ഒന്ന് വ്യക്തമാക്കണം. തുടക്കം തൊട്ടേ ആദ്യമേ ഒന്നാമത്തെ കാര്യം 1, 2, 3, 4, 5 ഈ പട്ട. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് എവിടെയാണ് ഏത് കരാറാണോ അല്ല ഇതുമായി ബന്ധപ്പെട്ട് ഓരോന്നോരോന്ന് പറഞ്ഞുതരാം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ, PM ശ്രീയുടെ കാര്യത്തിൽ, PM ശ്രീ പദ്ധതി ആരാണ് ഒപ്പിടാൻ പോയത്? നിങ്ങളുടെ LDF CPI പോലും അറിയാതെ PM ശ്രീ പദ്ധതി ഒപ്പിടാൻ പോയ ആൾക്കാർ ആരാണ്? ഒപ്പിട്ടോ? ആരാണ് ഒപ്പിട്ടത്? ധാരണാപത്രത്തിൽ ഒപ്പിട്ടതാരാണ്? ഒപ്പിട്ടതാരാണ്? പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങളുടെ LDF പോലും പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോഴല്ലേ അതുമായി ബന്ധപ്പെട്ട തിരുത്തലുകൾ ഉണ്ടായത്? അല്ലേ? നിങ്ങൾ ആരെയാണ് കളിയാക്കുന്നത്? ഏറ്റവും വലിയ കള്ളന്മാരും കൊള്ളക്കാരുമായിരുന്നു കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഭരിച്ചത്. കണ്ട PSC പോലെ സംവിധാനം അട്ടിമറിച്ചു. അവിടെയെങ്കിലും DYFIയും SFI ഒന്നും കാണുന്നില്ലല്ലോ. PSCയുടെ മുന്നിൽ സമരം നടക്കുകയാണ് ഇപ്പോൾ. സാധാരണക്കാരായ ലക്ഷക്കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികളെ കൊഞ്ഞണം കുത്തുന്ന രീതിയിലേക്ക് PSC സംവിധാനം അട്ടിമറിച്ചിരിക്കുകയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവിനെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ ഈ പറയുന്ന രീതിയിലേക്ക് ഈ പറയുന്ന രീതി പറഞ്ഞ് 10 വർഷക്കാലമായി ഈ നാട്ടിലെ ജനങ്ങളോട് കാണിച്ച കൊള്ളയുണ്ടല്ലോ, ആ കൊള്ളയാണ് പകൽക്കൊള്ള നടത്തിയ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ വന്നിരുന്ന ഈ ന്യായം പഠിക്കുന്നത്. ആരോടാണ് പറയുന്നത്? 3.5 ലക്ഷം പേർക്ക് ജോലി കൊടുത്ത സ്ഥാപനമാണ് PSCയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നടക്കുന്നത്. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആരും അറിയാതെ പോയി ഒപ്പിട്ടവരാണ് മറ്റ് സംസ്ഥാനങ്ങൾ. ഏത് താങ്കളെ പോലുള്ള ഒരാൾ ഇങ്ങനെ ഒരു ചാനൽ പോകുന്നതിന് സംസാരിക്കുമ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ആ MNC എന്ന് പറയുന്ന കമ്പനിയുടെ എത്ര കപ്പലുകളാണ് കപ്പലുകൾ പറയുമ്പോൾ 99% കപ്പലുകളും കണ്ണട ചിരിട്ടാക്കാൻ നോക്കരുത്. പങ്കെടുത്ത എല്ലാവർക്കും ഇന്ന് ചോദ്യം ഇതായിരുന്നു: വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റം വി ഡി സതീശനോ ശരി? വി ഡി സതീശനാണ് ശരിയെന്ന് 84% പ്രേക്ഷകർ, അല്ല എന്ന് 12%. വേണ്ടി അവസാനിക്കുന്നു. നന്ദി.